എൻ്റെ പേര് ജൽറ്റ ഫെർണാണ്ടസ്. ഞാൻ മെൽബൺ, ഓസ്ട്രേലിയയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 ഓഗസ്റ്റിലാണ്. അതിനുശേഷം ഞാൻ പുതുക്കുന്നത് 2022 കൊറോണ മൂലം എനിക്ക് നാട്ടിൽ വരാൻ സാധിച്ചില്ലായിരുന്നു. ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പോൾ വെച്ച 6 നിയോഗങ്ങളും എനിക്ക് മാതാവ് സാധിച്ചു തരികയും ഞാൻ സാക്ഷ്യം പറയുകയും ചെയ്തു. അതിനുശേഷം 2022 പുതുക്കിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാമെന്നുള്ളത്. ജനറൽ നേഴ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അബുദാബിയിലാണ് ആ സമയത്ത് ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞാൻ OET എഴുതി മാതാവിൻ്റെ കൃപയാൽ എനിക്ക് അയർലൻഡ് സ്കോർ ലഭിച്ചു. അവിടെ അയർലൻഡിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് 2022 ഞാൻ എല്ലാ ഫേമസ് ഏജൻസികളെയും സമീപിച്ചു. എനിക്ക് ഓസ്ട്രേലിയൻ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും പറഞ്ഞു, നിൻ്റെ പോയിൻ്റ് 55 55 പോയിൻറ്റിലേക്ക് ഓസ്ട്രേലിയയിൽ PR കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് നിനക്ക് അത് ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു നടക്കാൻ സാധ്യതയില്ലെന്നല്ല, ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും തകർന്നു. ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, കൂടുതൽ തീക്ഷ്ണമായി തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ രൂപത്തിൻ്റെ തിരി കത്തിക്കുന്നതിന് താഴെ ഇങ്ങനെ വെച്ചിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി അത് ചിലപ്പോൾ നടക്കില്ലായിരിക്കുമെന്ന് തന്നെ വിചാരിച്ചിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്നെ അയർലൻഡിൽ പോകാൻ സഹായിച്ച ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, അവൾ തന്നെയാണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും, നമുക്ക് തന്നെ ചെയ്യാൻ നോക്കാം, നീ ഒന്ന് ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അഫ്ര രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റേഷനെല്ലാം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു ഏജൻസിനെ ഏൽപ്പിച്ചു. അവരെനിക്ക് അഫ്ര രജിസ്ട്രേഷൻ ചെയ്തു തന്നു. അതിൽ നിന്ന് ഞാൻ ബാക്കിയെ പ്രോസസ്സിങ്ങിലേക്കെല്ലാം തന്നെയാണ് ചെയ്തത്. തന്നെ ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, മാതാവ് എന്നെ ആരോ കൊണ്ടുവന്ന് എത്തിച്ച പോലെയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരാൾ എന്നെ വന്ന് സഹായിക്കുന്നത്. ഞാനുമായി അധികമായി ബന്ധമില്ലാത്ത ആ സമയത്തൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നെ സഹായിക്കാൻ വരുന്നത്. ഞാനും അങ്ങനെ തന്നെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടന്നു. അങ്ങനെ എല്ലാവരും പറഞ്ഞു, മെൽബണിൽ ഇപ്പോൾ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, ആരും തന്നെ വിസ കൊടുക്കുന്നില്ല. ഞാനും ഒത്തിരി വിഷമിച്ചു. എൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ ഒരു 4 മാസത്തേക്ക് എനിക്ക് റിപ്ലൈ ഒന്നുമില്ല. ഞാൻ എല്ലാ ഇതിലേക്കും റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയിലേക്കും മെയിൽ അയക്കും, എൻ്റെ CV അയക്കും, ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെയും കൂടുതലായി തീക്ഷ്ണമായി എൻ്റെ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. ഞാൻ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ പറയുമായിരുന്നു, അയർലൻഡിലാണ് ഞാൻ നിൽക്കുന്നത്, തരക്കേടില്ലാത്ത സ്ഥലമാണ്, എങ്കിലും എൻ്റെ ആഗ്രഹം എനിക്ക് ഓസ്ട്രേലിയക്ക് പോകുന്നതാണ്. മാതാവിന് അത് നല്ലതാണെങ്കിൽ, എനിക്ക് നല്ലതാണെങ്കിൽ അതെനിക്ക് സാധിച്ചു തരണമേന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എനിക്ക് 5 സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂവിന് കോൾ വന്നു. എല്ലാ സ്ഥലക്കാരും അവരെന്നോട് പറഞ്ഞു, നീ സെലക്റ്റഡ് ആണ്, നിനക്കും നിൻ്റെ ഫാമിലിക്കും PR തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ പഠിച്ച അന്ന് മുതൽ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ മാത്രമാണ് ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഒരു സ്ട്രെസ്സ് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കിതൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്ഥലമാണ്, എങ്കിലും നിൻ്റെ ഹിതം പോലെ തന്നെ നടക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. അതൊരു മെറ്റേണിറ്റി ഹോസ്പിറ്റലാണ് മെൽബണിൽ, ഒരു പബ്ലിക് നല്ല വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവരാർക്കും PR കൊടുക്കത്തില്ല, അവർക്ക് പിന്നെ PR ആരെയും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അവർക്ക് ഒത്തിരി സ്റ്റാഫുണ്ട്. നഴ്സിംഗ് കഴിഞ്ഞ് ഗ്രാജുവേറ്റ് കഴിഞ്ഞ സ്റ്റുഡൻസ് എല്ലാം അവിടെ തന്നെയാണ് കയറുന്നത്. അവർക്ക് തന്നെ അവർ പൊസിഷൻ കൊടുക്കാനായിട്ട് സീറ്റില്ലാതിരിക്കുന്ന സമയത്താണ് എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അത് കിട്ടത്തില്ല എന്നുള്ളത് വളരെ അലസമായി തന്നെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അതുപോലെ തന്നെ അവർ പറഞ്ഞു, നിനക്ക് PR തരത്തില്ല, ഞങ്ങളാർക്കും PR കൊടുക്കത്തില്ലെന്ന്. അങ്ങനെ ഞാൻ ആ കേസ് വിട്ടു. അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇമെയിൽ വന്നു, വി ആർ ഹാപ്പി ടു ഗിവ് യു PR എന്ന് പറഞ്ഞിട്ട് വിത്ത് ഫാമിലി. അങ്ങനെ എനിക്ക് PR വിസ അവർ തരാമെന്ന് പറഞ്ഞു. അത് വളരെ മാതാവിൻ്റെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് എല്ലാവർക്കും തന്നെ ഫീൽ ചെയ്തു. എൻ്റെ 2 സിസ്റ്റേഴ്സും മെൽബണിൽ തന്നെയാണ്. അവരും എന്നോട് പറഞ്ഞിരുന്നു, അവരങ്ങനെ സാധാരണ ആർക്കും PR കൊടുക്കാത്തില്ല, അവർ ചിലപ്പോൾ അവരെന്തെങ്കിലും തെറ്റായി പറഞ്ഞതായിരിക്കുമെന്ന്. പിന്നെ ഞാൻ അവർക്ക് പിന്നെ മെയിൽ അയച്ചു ചോദിച്ചു,
അപ്പോൾ അവർ പറഞ്ഞു അതെ നിനക്ക് PR ഞങ്ങൾ ഫാമിലി ആയിട്ട് തരാമെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് PT എക്സാം എഴുതണമായിരുന്നു. ഇംഗ്ലീഷ് ടെസ്റ്റ് എനിക്ക് എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഞാൻ OET എഴുതുമ്പോൾ തന്നെ എനിക്ക് സ്കോർ കിട്ടാത്തതാണ് സ്പീക്കിങ് റൈറ്റിംഗ് എല്ലാം. അപ്പോൾ എൻ്റെ പഠിപ്പിച്ചിരുന്ന സാറ് എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നു നിനക്ക് എവിടെ പോകണ്ടേ? ഞാൻ പറയും ഓസ്ട്രേലിയക്ക്. അപ്പോൾ സാറ് പറയും നീ അയർലൻഡ് വരെ എത്തത്തുള്ളൂ, ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും അത് പറയുന്ന എല്ലാ പിള്ളേരുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ ഒത്തിരി വിഷമിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഈ PTയുടെ വന്നപ്പം ഞാനും എനിക്ക് പഠിക്കാൻ സമയമില്ല, ഒരാഴ്ച ലീവ് എടുത്ത് പഠിച്ചു. ഞാൻ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ എനിക്ക് 38 സ്കോറുള്ളൂ, 50 എബവ് വേണം. ഞാൻ വളരെയേറെ വിഷമിച്ചു, ഇനി എഴുതണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മാതാവ് എന്നെ സഹായിക്കും. നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ടുപോയി പരീക്ഷയുടെ സമയത്ത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമായിരുന്നു. ഞാൻ ഇച്ചിരി ഉപ്പെടുത്ത് ആ കമ്പ്യൂട്ടറിലിട്ട് പ്രാർത്ഥിച്ചു മാതാവ് ഇനി എൻ്റെ കൂടെ വന്ന് എഴുതണേന്ന്. അങ്ങനെ അതിൻ്റെ ഫലമായി എനിക്ക് സ്പീക്കിങ്ങിൽ 74ഉം ബാക്കി എല്ലാത്തിലും എബവ് 50 സ്കോർ തന്ന് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ മാതാവ് എന്നെ പാസ്സാക്കി. അതാണ് എൻ്റെ വലിയ സാക്ഷ്യം. അത് കഴിഞ്ഞ് എനിക്ക് എല്ലാവരും പെട്ടെന്ന് തന്നെ പ്രോസസ്സിങ് എല്ലാം ശരിയായി. പിന്നെ ലാസ്റ്റ് കടമ്പ എന്ന് പറയുന്നത് എൻ്റെ വിസ പ്രോസസ്സിനുള്ള മെഡിക്കലായിരുന്നു. ആദ്യം തുടങ്ങി തന്നെ എനിക്ക് ട്യൂബർകുലോസിസ് ടെസ്റ്റ്, സ്കിൻ ടെസ്റ്റ് പോസിറ്റീവാണ്, ബ്ലഡ് ടെസ്റ്റും പോസിറ്റീവായിരിക്കും. അപ്പോൾ എല്ലാവരും പറഞ്ഞ് എന്തായാലും ഓസ്ട്രേലിയ ഭയങ്കര സ്ട്രിക്റ്റാണ്, നിനക്ക് ഈ മെഡിക്കൽ പാസ്സാകാൻ സാധിക്കത്തില്ലായിരിക്കുന്നു. അപ്പം ഞാൻ വളരെയേറെ ശരിക്കും പറഞ്ഞാൽ അത് ഇത്ര ലാസ്റ്റ് മൊമെൻറ്റ് വരെ എത്തിയിട്ട് എനിക്ക് പോകാൻ പറ്റാത്ത ഒരു വിഷമം ഞാൻ ഭയങ്കരമായിട്ട് വളരെ നേരം കുറേ മാതാവിൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ വിസയ്ക്ക് മെഡിക്കലിന് പോയപ്പം ഞാൻ എൻ്റെ ഒപ്പും കൊണ്ട് തന്നെ പോയി. എക്സ്റേ എടുത്ത മെഷീനിൽ എക്സ്റേ ലാസ്റ്റ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. എക്സ്റേ മെഷീനിൽ അവരൊന്നും കാണാതെ ഞാൻ എക്സ്റേ മെഷീൻ്റെ ടോപ്പിലായിട്ട് ചെറുതായിട്ട് ഒരു ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. എക്സ്റേക്ക് കയറുന്നതിൻ്റെ മുന്നേ ആ വാതിലിൻ്റെ അടുത്ത് ആരും ചവിട്ടാത്തടുത്ത് ഇച്ചിരി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, എന്തെങ്കിലും ഒരു മിറാക്കിൾ നടക്കണേ മാതാവേന്ന്. അതിൻ്റെ ഫലം നമുക്ക് റിപ്പോർട്ടൊന്നും തരത്തില്ല, എല്ലാം ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ അയച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ വന്നു. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, ആർക്കും വിശ്വസിക്കാനും പറ്റിയില്ല. ഇത്രയും പെട്ടെന്ന് വിസ വന്നത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായി. ജനറൽ നേഴ്സായിട്ട് എനിക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് അവിടെ പോകാനായിട്ട് സാധിച്ചത്. ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയാണ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വീടില്ല. വീട് കിട്ടാൻ 1 മാസത്തോളം ഞാനും എൻ്റെ ഹസ്ബൻഡ് 3 പിള്ളേരും അലഞ്ഞു നടന്നു. ഞങ്ങൾക്കത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഒരു വീട് കിട്ടിയതാണെങ്കിൽ വളരെ ചെറിയൊരു വീടായിരുന്നു. 5 പേർക്കും കൂടെ അവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ട്, വാട്ടർ ലീക്കേജ്, പല പ്രശ്നങ്ങൾ ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി. അപ്പം ഞങ്ങൾ മാനസികമായിട്ട് തന്നെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു മാതാവിനോട് എല്ലാ ദിവസവും മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ ഞങ്ങൾക്കൊരു ഭവനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേന്ന്. അങ്ങനെ ഞാനതും എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. ഡിസംബർ 25 ക്രിസ്മസിന് മുന്നേ, പിറവിത്തിരുന്നാളിന് മുന്നേ ഞങ്ങൾക്കൊരു ഭവനം നൽകി അനുഗ്രഹിക്കണേന്ന്. അങ്ങനെ ഞങ്ങളൊരു ഭവനം പോയി കണ്ടു. അവർ പറഞ്ഞതിലും ഞങ്ങൾ പറഞ്ഞ പൈസയും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും അന്നും അവിടെ ഒപ്പിട്ട് അവിടുത്തെ കട്ടിലപ്പടിയിൽ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ഭവനം ഞങ്ങൾക്കാണെങ്കിൽ പൈസയ്ക്കൊത്ത് തന്നെ ഞങ്ങൾക്ക് ശരിയാക്കി തരണേന്ന്. 1 മാസത്തേക്ക് അവർ ഞങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ചോദിച്ച പൈസയ്ക്ക് തന്നെ ഞങ്ങൾ ഈ ഭവനം തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 18 നല്ലൊരു ഭവനത്തിൽ കയറി താമസിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും സാധിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ എൻ്റെ മകളെയും എൻ്റെ 3 പിള്ളേരും ഹസ്ബൻഡും നാട്ടിലായിരുന്നു 4 മാസം. ഞാൻ ഒറ്റയ്ക്കാണ് അയർലൻഡിൽ പോയത്. അപ്പം വീട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞു ഇവൾക്ക് ഇച്ചിരി നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അവൾ വളരെ തിന്നായിട്ടിരിക്കുമായിരുന്നു, ഇത്ര വണ്ണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ണമൊക്കെ വെച്ചായിരുന്നു. അപ്പം നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഹിപ്പിൻ്റെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. ഹിപ്പിൻ്റെ എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾക്ക് ഇച്ചിരി ഫ്ലൂയിഡ് അസൈറ്റീസ് ഒക്കെ ഉണ്ട്. അസൈറ്റീസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ഇച്ചിരി പേടിയാവും മെഡിക്കൽ ടേംസ് അറിയുന്നവർക്ക്. ഞാൻ ഒത്തിരി വിഷമിച്ചു. അസൈറ്റീസ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് നാളെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം, കുട്ടീനെ അഡ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ഞാൻ തകർന്നു പോയ സമയമായിരുന്നു. അപ്പോൾ തന്നെ
ഞാൻ കുഞ്ഞിന് എൻ്റെ കയ്യിൽ ഞാൻ എപ്പോഴും ഉപ്പും ഇവിടുന്ന് കിട്ടുന്ന തൈലവും കൊണ്ട് നടക്കും. തൈലം കുഞ്ഞിൻ്റെ അടിവയറ്റിൽ തേച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മാതാവേ, ഇതൊരു കുഴപ്പമില്ലാതിരിക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഇവിടെ സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു MRI ചെയ്യണമെന്ന്. MRI ചെയ്തപ്പോൾ വേറൊരു ഡോക്ടറിന് റെഫറലാണ് തരുന്നത്. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ കുട്ടിക്ക് ഒരു അസുഖവുമില്ല, ഈ കുട്ടിക്ക് വളർച്ചയുടേതായ ഒരു ഫ്ലൂയിഡ് കളക്ഷൻ, എല്ലാവർക്കും പീരിയഡ്സ് വരുന്നതിന് മുന്നേ ഈ പേജിലുള്ള കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു ചെറിയൊരു കളക്ഷനാണ്, അതിന് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ അതൊരു നോർമൽ കാര്യമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ സമാധാനമായി. മാതാവിൻ്റെ ഒരു ഇടപെടലാണെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു. വളരെയേറെ അനുഗ്രഹമാണ് മാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയത്. ഇതുകൂടാതെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഞാൻ അയർലൻഡിൽ ചെന്നുമ്പോൾ ഓരോ പ്രാവശ്യം പുതുക്കുമ്പോഴും എനിക്ക് വളരെ പുതിയ പുതിയ അനുഭവങ്ങളാണ് ഉണ്ടാവാറ്. ആദ്യത്തെ പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഉടമ്പടിയെ പറ്റി വല്ല ജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ ഉടമ്പടിയിൽ തന്നെ ജീവിച്ചു. എല്ലാ കാര്യങ്ങളൊന്നും അധികം ചെയ്തിരുന്നില്ലെങ്കിലും പ്രാർത്ഥനയൊന്നും മുടക്കില്ലായിരുന്നു. അത് കഴിഞ്ഞ് അയർലൻഡിൽ ചെന്നപ്പം ഞാൻ വളരെ ധൃതി വെച്ച് എൻ്റെ വാർഡിൽ നിന്ന് വേറെ വാർഡിലേക്ക് പോകുമ്പോൾ ഒരു ചേച്ചി എന്നെ പിന്നിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നീ കൃപാസനത്തിൻ്റെ ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പം പെട്ടെന്ന് എനിക്കൊരു ഷോക്ക് പോലെയായി. എനിക്കറിയില്ല, എൻ്റെ എന്തോ ഒന്ന് എന്തോ എനിക്കറിയില്ല, ഷോക്ക് പോലെ എന്തോ ഒരു സാധനം എൻ്റെ ഇതിൽ വന്ന് തറച്ച പോലെ ഹൃദയത്തിൽ. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് നിന്നുപോയി. ഒരു നേരത്തേക്ക് എനിക്ക് ഒന്നും പറയാനില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അതേ ചേച്ചി ഞാൻ കൃപാസനത്തിൻ്റെ ആളാന്ന് പറഞ്ഞു. എന്തോ നമ്മളെ ഒരാൾ മുദ്ര കുത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിങ്, അങ്ങനെയാണ് എനിക്ക് അപ്പോൾ തോന്നിയത്. അന്ന് മുതൽ എനിക്ക് പിന്നെ അങ്ങോട്ട് ഞാൻ കൃപാസനത്തിൻ്റെ ആളാണ്, ഞാൻ ഒന്നും ഭയപ്പെടേണ്ട. വളരെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സ്ട്രെസ്സും ടെൻഷൻ അടിപ്പിക്കുന്ന ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര എന്തെല്ലാം വന്നാലും ഞാൻ വളരെ ശാന്തമായിട്ടാണ് എല്ലാവരും ഇടപെടുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു കൃപ എനിക്ക് ദൈവം നൽകി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, എൻ്റെ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന പത്രങ്ങളെല്ലാം ഞാൻ അവിടെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശ് രൂപം എൻ്റെ ഇംഗ്ലീഷ് ഫ്രണ്ട്സിനെല്ലാവരും പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു. അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കും, പത്രം കൊടുക്കും. അതുകൂടാതെ ഞാൻ ചെയ്യുന്നത്, ഒത്തിരിയേറെ പേഷ്യൻസ് ക്യാൻസർ ആയിട്ടുള്ളതും അല്ലാതെയുള്ള പേഷ്യൻസ്, ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ആ പേഷ്യൻസിനെല്ലാം ഞാനാണ് OTയിലേക്ക് കൊണ്ടുപോകുന്നതും കയറ്റിക്കിടത്തുന്നതും. അപ്പോൾ ഞാൻ ആദ്യമേ കുരിശ് വരച്ച് ആണ് അവരെല്ലാവരും ടേബിളിലേക്ക് ഇരുത്തത്തുള്ളൂ. എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആകുന്നതിന് മുന്നേ തന്നെ ഞാൻ എല്ലാ പേഷ്യൻറ്റിനും വേണ്ടി തന്നെ എൻ്റെ സമയം കണ്ടെത്തി ഉടമ്പടി പ്രാർത്ഥന ചെല്ലും. എനിക്കറിയാം എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളൊരു സാഹചര്യമില്ല എന്ന്. അപ്പോൾ ഞാൻ മാതാവിനോട്, ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. എല്ലാ പേഷ്യൻസിന് വേണ്ടി ഞാൻ സമയം കണ്ടെത്തി ഉടമ്പടി പ്രാർത്ഥന ചെല്ലും. എൻ്റെ ഓപ്പറേഷൻ കഴിയുന്നത് വരെ ഞാൻ അവിടെ ഇരുന്ന് കൊന്ത ചെല്ലും, വിശ്വാസ പ്രമാണം ചെല്ലും. ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, നാട്ടിലേക്ക് ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് ട്രീറ്റ്മെൻറ്റിനായിട്ട് മാസം മാസം പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അറിയുന്നൊരു സിസ്റ്ററുണ്ട്. സിസ്റ്ററിന് കുറേ അനാഥാലയങ്ങളും കുറേ ഹെൽപ്പൊക്കെ ചെയ്യുന്ന ആളാണ്. സിസ്റ്ററിന് ഞാൻ നേരിട്ട് പൈസ അയച്ചു കൊടുക്കും. അതാണ് എൻ്റെ കാരുണ്യപ്രവൃത്തികൾ. പിന്നെ എൻ്റെ ആത്മീയത എന്ന് പറഞ്ഞാൽ വളരെയേറെ ദൈവത്തിൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ചിന്തയാണ്. എല്ലാവരും, ഞാൻ അയർലൻഡിൽ ചെന്നപ്പോൾ മുതൽ എല്ലാവരും എന്നോട് പറയും, നിൻ്റെ കൂടെ മാതാവുണ്ട്, നിനക്ക് ഭയങ്കര ഒരു ശക്തിയുണ്ട്, നിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് പെട്ടെന്ന് നടക്കുന്നുണ്ട്, എന്തോ ഒരു ശക്തി നിൻ്റെ കൂടെ ഉണ്ടെന്ന്. ഇത് കേട്ട് കുറേ പിള്ളേർ എന്നോടും വന്ന് ചോദിക്കാറുണ്ട്, ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിക്കുമെന്നൊക്കെ. പിന്നെ കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും പള്ളിയിൽ പോകും, പ്രാർത്ഥന എത്തിക്കും. എത്രയും കൂടുതൽ കൊന്ത എത്തിക്കാൻ പറ്റുന്ന അത്രയും കൊന്ത എത്തിക്കും. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ജിൽട്ട ചേച്ചിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകണം എന്ന ആഗ്രഹവുമായി ഏജൻസികളെ സമീപിക്കുമ്പോൾ അവർ പറയുന്നത് ഒരിക്കലും പോകാൻ പറ്റില്ല, ഈ ആഗ്രഹം ഉപേക്ഷിച്ച് കളയുക എന്നുള്ളതാണ്. അങ്ങനെ ഏജൻസിക്കാർ പോലും എടുക്കാത്തൊരു വിഷയമാണ് ഇവിടെ ഉടമ്പടിയിൽ വെച്ചുകൊണ്ട് ജിൽട്ട ചേച്ചി പ്രാർത്ഥിക്കുന്നത്. ഇന്നവരുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങൾ കൂടി ദൈവം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ലൂക്ക 18:27.
മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ചേച്ചി പറഞ്ഞത് ഒറ്റയ്ക്ക് തന്നെയാണ് അപ്ലൈ ചെയ്തത്. അതൊരു കൂട്ടുകാരുടെ രൂപത്തിൽ ദൈവം തന്നെ സംസാരിക്കുകയാണ്, ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ദൈവം തന്നെയാണിത് ചെയ്തു കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വിളിച്ച ഹോസ്പിറ്റലിൽ അവിടെ തന്നെ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവിടെ നിന്ന് തന്നെ സാധാരണ എടുക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് ഈ ചേച്ചിയെ വിളിക്കുന്നു. 3 ദിവസം കൊണ്ട് പെട്ടെന്ന് വിസ വരുന്നു. ഇത് ദൈവം ഇടപെട്ട് നൽകിയതാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമാണ്. അതുകൂടാതെ പിന്നീടുള്ള സമയങ്ങളിലും രോഗപീഠകളിലൊക്കെയെല്ലാം ദൈവത്തിൻ്റെ ഇടപെടൽ ഈ കുടുംബത്തിനുണ്ട്. ഈ കുടുംബം പ്രേക്ഷിത പ്രവൃത്തി നന്നായി ചെയ്യുന്നു, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു. ഇതെല്ലാം നമ്മളെ ദൈവത്തിന് കൂടുതൽ പ്രിയപ്പെട്ടതാക്കി മാറ്റുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് അരുൺ എബ്രഹാം. ഞാൻ UK നിന്ന് വരുന്നു. ഇന്നിങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ എന്നെ ഇവിടെ ആൾക്കാരെ നിർത്തിയ മാതാവിൻ്റെ മുമ്പിലും ഈശോയുടെ മുമ്പിലും ഞാൻ നന്ദി പറയുന്നു. ഒരിക്കലെങ്കിലും ഇതുപോലൊരു ജീവിതത്തിൽ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2023 ഡിസംബറിലാണ്. വീട്ടിലൊത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം എൻ്റെ വൈഫ്, എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് അല്പം വയ്യാത്തതാണ്. അപ്പോൾ അവൻ്റെ കാര്യത്തിനായിട്ട് അതിനൊരു 3 മാസം മുമ്പ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പം വീട്ടിലൊത്തിരി മാറ്റങ്ങൾ വരുന്ന ഞാൻ കണ്ടു. അപ്പം അന്നേരമാണ് എനിക്കും ശരിക്കും ഒരു ഇതിലെന്തോ ഉണ്ടെന്നൊരു തോന്നൽ വരുന്നത്. അപ്പോൾ അതിനു മുമ്പൊക്കെ ഞാനും പലരെയും പോലെ പലരും ഉടമ്പടി പറയുന്ന പോലെ ഞാനും ഇതിലെന്തൊക്കെയോ പുതിയതായിട്ട് എന്തൊക്കെയോ തുടങ്ങിയിരിക്കുന്നു, അങ്ങനത്തെ ഒരു ജസ്റ്റ് കൺസെപ്റ്റിൽ പോയൊരു വ്യക്തിയായിരുന്നു. പക്ഷേ അന്ന് വൈഫ് ഉടമ്പടി എടുത്ത് തിരിച്ച് ഒരു വന്നപ്പോഴത്തേക്കും വീട്ടിൽ ഒത്തിരി വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞാനും ഇതിലെന്തോ ഉണ്ടെന്നൊരു തോന്നൽ വന്ന് എനിക്കും ഇതിനകത്തൊക്കെ എന്തോ ഒരു വിശ്വാസമാവാൻ തുടങ്ങിയത്. പിന്നെ ഒത്തിരി പ്രശ്നങ്ങളാവാൻ തുടങ്ങി വീട്ടിൽ. എസ്പെഷ്യലി കുടുംബത്തിൽ ഒത്തിരി സമാധാനക്കുറവ് വന്നു, ഒത്തിരി പ്രശ്നങ്ങളായി. ആ സമയത്ത് എനിക്കൊന്ന് നാട്ടിൽ പോകണമെന്നൊരു ഭയങ്കര ആഗ്രഹം വന്നു. ഞാനൊത്തിരി നാട്ടിനോടൊക്കെ ഒത്തിരി അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് നാട്ടിലോട്ട് പോകണമെന്നൊരു ആഗ്രഹം വന്നു. അപ്പോൾ അതും പിന്നെ കൂടുതൽ പ്രശ്നങ്ങളായി. അങ്ങനെ ഇവിടെ ഞാൻ അന്നേരം ഇപ്പോൾ എനിക്ക് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കണം എന്നൊക്കെ ഒരു കാരണം പറഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്നു. പിന്നെ ഞാൻ ഓപ്പണായിട്ട് പറയാം, ഞാൻ മദ്യപാനം അങ്ങനെയൊക്കെ ഒത്തിരി ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. പലപ്പോഴും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ആരും അറിയാറില്ല. അപ്പം അതിനകത്ത് പോയതായിരിക്കും, പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ കുറേ ഇതുണ്ടായിരുന്നു, അങ്ങനെ പ്രോബ്ലംസ് ഉള്ള വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ ഇവിടെ വന്നു, നാട്ടിൽ വന്നു. എൻ്റെ ലാസ്റ്റ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നു. പക്ഷേ ആ ഒരു കാലങ്ങളിലൊക്കെ എനിക്കിങ്ങനെ മദ്യപിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹങ്ങളുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അതിനൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ പോയി അങ്ങനെ മദ്യപിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനിവിടെ വരുന്നതിന് തലേദിവസം വരെ ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി ക്ലാസ്സിലൊക്കെ വരുമ്പോഴും എനിക്കൊത്തിരി വലിയ വിശ്വാസം അങ്ങനെയൊന്നും വിശ്വാസമുണ്ട്, പക്ഷേ അങ്ങനെ ഒത്തിരി തീക്ഷ്ണമായിട്ടിരുന്നൊരു വ്യക്തിയായിരുന്നില്ല ഞാൻ അവിടെ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്കൊത്തിരി ഞാനൊത്തിരി ഉടമ്പടി ആക്ടിവിറ്റീസ് ചെയ്യാൻ ട്രൈ ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ അതോടുകൂടി എൻ്റെ ഉടമ്പടി പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു നമ്മുടെ പാപങ്ങൾ, പ്രധാനമായിട്ട് കുമ്പസാരത്തിൽ പറയുന്ന 3 പാപങ്ങൾ ഉപേക്ഷിക്കണമെന്ന്. അപ്പോൾ അതിനകത്ത് ഞാൻ ആലോചിച്ചപ്പം ഞാൻ റെഗുലർലി കുമ്പസാരത്തിൽ പറയുന്ന പാപങ്ങളാണ് മദ്യപാനമായിരുന്നു. ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. പിന്നീട് ഞാനതിലിങ്ങനെ മുന്നോട്ട് പോയപ്പം വീണ്ടും UK തിരിച്ചെത്തിയപ്പോഴും വീണ്ടും പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇവിടുന്ന് മാതാവ് അനുഗ്രഹിച്ചെന്ന പോലെ എനിക്ക് അവിടെ ഒരു ധ്യാനത്തിന് കൂടെ ഒരു അവസരം കിട്ടി. അവിടെ ധ്യാനത്തിന് കൂടിയപ്പോൾ അവിടെ സിസ്റ്ററിനോട് പറഞ്ഞൊരു കാര്യം. അപ്പോൾ അവിടെ ആ ധ്യാനത്തിൽ കൂടിയപ്പോൾ ഞാൻ ആ ഒരു സമയമായപ്പോഴത്തേക്കും ഒത്തിരി താഴാനൊക്കെ ജീവിതത്തിൽ പഠിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ധ്യാനത്തിന് കൂടാനൊക്കെ ചെന്നപ്പോഴത്തേക്ക് ആ സിസ്റ്ററിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, സിസ്റ്റർ മദ്യപിക്കാറുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട്, പക്ഷേ ഉടമ്പടി ആയതുകൊണ്ട് മദ്യപിക്കുന്നില്ല, അതൊക്കെ നിർത്തി, ഇപ്പം അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, നീ 90 ദിവസത്തേക്കല്ല ഉടമ്പടി എടുത്തിരിക്കുന്നത്, ഉടമ്പടി എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനിലേക്കുള്ള ദൈവമായിട്ടുള്ളൊരു ഇതാണെന്ന് പറഞ്ഞു. അത് ശരിക്കും എൻ്റെ ഒരു ഐ ഓപ്പണറായിരുന്നു എനിക്കത്. ഞാൻ അന്ന് എനിക്ക് അത് കേട്ടപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി, നമ്മൾ ഉടമ്പടി 90 ദിവസം എടുത്തിട്ട് പഴയ ജീവിതത്തിലേക്ക് പോകാനാണെങ്കിൽ പിന്നെ എന്തിനാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഞാനെപ്പോഴും പിന്നീട് ഇങ്ങനെ എപ്പോഴും എൻ്റെ ചെവിയിൽ ഇപ്പം ഏതെങ്കിലും ഒരു അച്ഛന്മാരുടെയൊക്കെ ടോക്സൊക്കെ എപ്പോഴും എൻ്റെ ചെവിയിൽ എപ്പോഴും വയ്ക്കുന്നൊരു ശീലം എനിക്ക് തുടങ്ങിയിരുന്നു. കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി, കൂടുതൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആകാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും അച്ഛന്മാരൊക്കെ പറയുന്നത് കേട്ടൊക്കെയാണ് എനിക്ക് എൻ്റെ മനസ്സിലൊരു തോന്നൽ തുടങ്ങി. എന്നെ ശരിക്കും ഒരു ചങ്ങലയിട്ട് ആരും ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഒത്തിരി വിഷമത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അതിനകത്ത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ ഒത്തിരി ശരീരത്തിലൊക്കെ സഹനങ്ങൾ എടുത്തുമൊക്കെ പ്രേ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ശക്തി കിട്ടാൻ തുടങ്ങി. അപ്പം എനിക്ക് പതിയെ എൻ്റെ ഡേ ടൈമിലൊക്കെ ഞാൻ കുറേ കൂടെയൊക്കെ ഒരു വിശുദ്ധിയുള്ള ജീവിതത്തിലേക്ക് വന്നു. ജീവിതം വിശുദ്ധകരമാവാൻ തുടങ്ങിയപ്പോഴത്തേക്കും
എന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം മുഴുവൻ അനുഗ്രഹങ്ങളാൽ നിറയാൻ തുടങ്ങി. പിന്നെ ഞാൻ ഈ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി റെഗുലറായിട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഒരു ടൈം ടേബിൾ വെച്ചെന്ന പോലെ ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവൃത്തി, അതെല്ലാം ഞാൻ എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമായി. എനിക്ക് അത്ര ഒന്നും മാതാവിൽ വിശ്വാസമില്ലായിരുന്നു. മാതാവും മറ്റുള്ള സയൻസിനെ പോലൊരു സെയിൻ്റ് എന്നൊരു ഇത് കണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതോടുകൂടി എനിക്ക് അങ്ങനെയല്ല, മാതാവ് പറഞ്ഞ ഈശോ കേൾക്കും, മാതാവ് അത്ര സ്ട്രോങ് ആണെന്നുള്ള വിശ്വാസം എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. കാരണം അത്രയും എനിക്ക് ഫിസിക്കൽ ടച്ചും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് ഭയങ്കര സ്ട്രോങ് ആണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാനങ്ങനെ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയെല്ലാം വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ജീവിതം മുഴുവൻ അനുഗ്രഹങ്ങളായിട്ട് നിറയാൻ തുടങ്ങി. ഇവിടെ മേളിൽ വന്നപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു, നിനക്ക് എത്ര അനുഗ്രഹം കിട്ടി, 3 ആണോ 4 ആണോ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ സത്യം പറയാം, എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. എനിക്ക് അറിയത്തില്ല എത്ര എണ്ണമാണ്. ജീവിതം ഫുള്ള് ഞാൻ ഈ ഒരു വർഷം കഴിഞ്ഞ ഡിസംബർ 23 ഉടമ്പടിയുടെ ശേഷം ഇന്ന് വരെ എനിക്ക് ഫുള്ള് ഹാപ്പിനെസ് ആയിരുന്നു. ഹാപ്പിനെസ് വെച്ചാൽ ശരിക്കും ഉള്ളിൽ ഭയങ്കര എപ്പോഴും ഹാപ്പിനെസ് ആയിരുന്നു. ഞാൻ ആരോടും വഴക്കുണ്ടാക്കാൻ പോകാറില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഞാനതെല്ലാം എനിക്കങ്ങനെ തോന്നാറില്ല ഇപ്പോൾ എനിക്ക്. കാരണം എന്നെ സംബന്ധിച്ചിപ്പോൾ എനിക്ക് ഞാനും ദൈവം തമ്മിലുള്ള റിലേഷനാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എനിക്കിതൊന്നും അങ്ങനെ ആരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലും എനിക്ക് വിഷമം തോന്നാറില്ല. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് അങ്ങനെ വലിയ ഫീലിങ്സ് ഒന്നും ഇപ്പോൾ വരാറില്ല. അതുപോലെ ഇപ്പോൾ എനിക്കറിയാം, എന്തെങ്കിലും ഇപ്പോൾ ഒരു നമ്മളുള്ളിൽ വിഷമം പറഞ്ഞാലും കേൾക്കാൻ ദൈവം ഉണ്ടെന്നുള്ളൊരു ചിന്ത, അത് ദൈവത്തിൽ നിന്ന് തിരിച്ച റെസ്പോൺസും എനിക്ക് ഒത്തിരി കാലം കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇച്ചിരി എനിക്കൊരു ഇച്ചിരി വിഷമത്തിലൊക്കെ ഒരു വിശ്വാസത്തിലേക്ക് ഇച്ചിരി പുറകോട്ടേക്ക് ഒരു സമയമാണ്. പക്ഷേ അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ടൊരു റെസ്പോൺസ് ദൈവത്തിൽ നിന്ന് കിട്ടും. എന്ത് പറഞ്ഞാലും ദൈവം നമുക്ക് റെസ്പോൺസ് തരും. ഒരു വചനത്തിൽ കൂടെ അല്ലെങ്കിൽ ഒരു അടയാളത്തിൽ കൂടെ ഒരു റെസ്പോൺസ് നമുക്ക് ദൈവത്തിൽ കിട്ടുമായിരുന്നു എപ്പോഴും. പിന്നീട് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിക്ക് UK PR കിട്ടാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അത് ഞാനിവിടെ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ അത് മാറിപ്പോയി. അത് ഉടമ്പടിയിൽ വെച്ചൊരു പ്രധാന കാര്യമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത്തെ കുട്ടിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അവനങ്ങനെ 3 വയസ്സായിട്ട് നടക്കില്ലായിരുന്നു, ഭക്ഷണം കഴിക്കില്ലായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തൊരു 1 മാസത്തിനുള്ള അവൻ സ്വിച്ചിട്ട് അവരിൽ നിന്ന് നടക്കാൻ തുടങ്ങി. ഫുഡിലൊക്കെ കഴിക്കുന്നതൊക്കെ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ആയി. പിന്നെ അവൻ്റെ ഒരു ഹാർട്ട് കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നു, അതിലുമൊക്കെ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ആയി അവന്. അതൊക്കെ മാതാവിന് തന്ന വലിയ അനുഗ്രഹങ്ങളായിട്ട് എനിക്ക് മനസ്സിലാവുന്നു. പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് വരെ ഞാൻ ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് പലപ്പോഴും അന്നെല്ലാം എനിക്ക് എലിജിബിലിറ്റി ഉള്ള ഒരു കാലത്ത് റിജക്റ്റായ ജോലി. എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ജോലി എൻ്റെ മുമ്പിൽ ഇങ്ങനെ ദൈവനെ കൊണ്ട് പല പ്രാവശ്യം കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, എനിക്ക് കാണിക്കേണ്ട, എൻ്റെ പല പ്രാവശ്യം റിജക്റ്റ് ചെയ്ത് വിട്ട ജോലിയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ദൈവം അങ്ങനെ കാണിച്ചു തരുമ്പം ഞാൻ എൻ്റെ മനസ്സിലാക്കിയൊരു കാര്യം വെച്ചാൽ, പണ്ടൊക്കെ ഞാൻ എല്ലാം എൻ്റെ പ്ലാൻ അനുസരിച്ച് എൻ്റെ മനസ്സിലൊരു തീരുമാനമുണ്ട്, അത് ഞാൻ മാറില്ല. ആരെന്ത് പറഞ്ഞാലും അണുവിട മാറാത്തൊരു വ്യക്തി. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടിയിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ദൈവം എൻ്റെ മുമ്പിൽ എന്ത് കാണിച്ചാലും അത് മാത്രം ഞാൻ എടുക്കുകയുള്ളൂ. ഞാൻ വേറെ എനിക്ക് ദൈവം കാണിച്ചാലും തോന്നിക്കഴിഞ്ഞാൽ അത് തന്നെ ഞാൻ സെലക്ട് ചെയ്യും. അപ്പോൾ ഞാൻ ദൈവം വീണ്ടും കാണിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ പോവും, പക്ഷേ ഞാൻ കുറച്ച് കണ്ടീഷൻസ് വയ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കണ്ടീഷൻസോട് കൂടി ഞാൻ ആ ജോലിക്ക് കയറി. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഒത്തിരി കുടുംബ പ്രശ്നങ്ങളായിട്ടാണ് വന്നിരുന്നു പറഞ്ഞത്. പക്ഷേ ആ ഉടമ്പടി എടുത്ത് അതിന് ശേഷം ആ കുടുംബ പ്രശ്നങ്ങളെല്ലാം മാറി ഒത്തിരി പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലാണ് ഞാനും വൈഫും ഫാമിലിയും കുട്ടികളെല്ലാം വളരുന്നത്. ഒത്തിരി ഹാപ്പിയാണ് വീട്ടിനകത്ത്. അങ്ങനെ പോകുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും ഞാൻ കാരുണ്യ പ്രവൃത്തിയാണെങ്കിൽ പ്രധാനമായിട്ടും അവിടെ പോയിട്ട് ഞാൻ ഒരു സൺഡേ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസം അവിടെ പോയിട്ട് UK അപ്പോൾ അവിടെ പൊതുവെ എല്ലാം ഇവിടുത്തെ പോലെ അങ്ങനെ കെയർ ഹോമുകളോ അങ്ങനത്തെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അപ്പം ഒന്നെങ്കിൽ ഡ്യൂട്ടി ചെയ്യുന്നിടത്ത് കുറച്ചുകൂടെയൊക്കെ സമയം അവർക്ക് വേണ്ടി കൂടുതലായിട്ട് പേഷ്യൻസിന് വേണ്ടി ചിലവഴിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ വഴിയരികിരിക്കുന്നവർക്ക് വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടായിക്കൊണ്ട് കൊടുക്കാറുണ്ട് ഏതെങ്കിലും ദിവസം. പിന്നെ അതുപോലെ അബോർഷൻ ക്ലിനിക്കിൻ്റെ പുറത്ത് പോയിരുന്ന് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് കാരുണ്യപ്രവർത്തനമായിട്ട് ചെയ്യുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലൊക്കെ പോയി പത്രം കൊടുക്കും. പിന്നെ ഞാൻ വഴി കുറച്ച് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്കും കിട്ടിയെന്ന് പറഞ്ഞു. അതെനിക്കൊരു എൻ്റെ ഉടമ്പടി എനിക്ക് വളരാനും സാധിച്ചു അതിലൂടെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സങ്കീർത്തനം 40 2-ാം തിരുവചനം അരുളി ചെയ്യുന്നു, ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി, എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പ്പുകൾ സുരക്ഷിതമാക്കി. തൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് ഉടമ്പടി പുതിയ വഴിയിലേക്ക് തിരിച്ചത്? എല്ലാവരെയും പോലെ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കുമ്പോൾ താനും അതിന് അധികം പ്രാധാന്യം കൊടുത്തിരുന്നില്ല. പലരും സാക്ഷ്യത്തിലൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് പോലെ ഉടമ്പടി ഇതൊരു പുതിയ പ്രാർത്ഥനാ രീതിയൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നും ഇന്ന് അരുൺ എബ്രാഹാം തൻ്റെ ജീവിതത്തെ മുഴുവനും എങ്ങനെയാണ് ഉടമ്പടി സ്വാധീനിച്ചത്,
തൻ്റെ കുടുംബ പ്രശ്നം തന്നെ, ദാമ്പത്യ ജീവിതത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ അത് മാറുന്നു. അതുപോലെ തന്നെ തൻ്റെ മദ്യപാനം ഇതുമൂലമൊക്കെ തനിക്ക് ഒത്തിരിയേറെ മാനസികവും ശാരീരികവുമായ തൻ്റെ അസ്വസ്ഥതകൾ, വർഷങ്ങളായിട്ട് തന്നെ അലട്ടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങൾ, അതെല്ലാം ഉടമ്പടിയിലൂടെ മാത്രം പരിഹരിക്കപ്പെട്ടു എന്നാണ് ഇവിടെ അരുൺ പറയുന്നത്. അതുപോലെ തൻ്റെ ഉടമ്പടി ജീവിതം അത് 3 മാസത്തേക്കല്ല, അത് തൻ്റെ ജീവിതകാലം മുഴുവനും താൻ ദൈവത്തോട് ഉടമ്പടിയിൽ തന്നെയാണ്. ഉടമ്പടി തൻ്റേത് തീർന്നപ്പോഴും ഓൺലൈൻ ഉടമ്പടി എടുത്ത് അങ്ങനെ തൻ്റെ ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകുവാനായിട്ട് താൻ പരിശ്രമിച്ചു. ഇന്നിവിടെ വന്ന് ഉടമ്പടി പുതുക്കി വീണ്ടും UK പോകുമ്പോൾ തനിക്ക് കിട്ടിയ ആ ജോലി താൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന സമയത്തൊന്നും തനിക്ക് ലഭിച്ചില്ല. തനിക്ക് എല്ലാ ക്വാളിഫിക്കേഷനും എലിജിബിലിറ്റിയും ഉണ്ടായിട്ടും തനിക്ക് ലഭിച്ചില്ല. എന്നാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ താൻ പ്രാർത്ഥിച്ചപ്പോൾ താൻ തന്നെ എളിമപ്പെട്ട് ജീവിതത്തെ ശരിയായ രീതിയിൽ ദൈവികമായ ഇടപെടലുകളോട് താൻ സഹകരിച്ച് തന്നെ എളിമപ്പെടുത്തിയപ്പോൾ തനിക്ക് താൻ ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറുന്നു. തൻ്റെ ആ മകനുണ്ടായിരുന്ന നടക്കുവാനുള്ള തടസ്സങ്ങൾ അതെല്ലാം മാറുന്നു. തൻ്റെ സഹോദരിക്ക് കിട്ടിയ അനുഭവം, അങ്ങനെ ഇന്ന് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ UK ഇവിടെ ചിലരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് UK ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ഒത്തിരി അവസരമില്ല എന്ന്. എന്നാൽ എവിടെയും നമുക്ക് അവസരമുണ്ട്. തൻ്റെ വീട്ടിൽ നിന്ന് ചോറുണ്ടാക്കി അതൊക്കെ വഴിയോരത്തെ കാണുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുമെന്നാണ് അരുൺ പറഞ്ഞത്. അതുപോലെ തൻ്റെ ഡ്യൂട്ടി ടൈം ഒക്കെ, എക്സ്ട്രാ ഡ്യൂട്ടി ടൈമൊക്കെ എടുത്ത് അത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനൊക്കെ ഈ മകൻ ഉള്ള അതിനും കൂടി ഒരു അവസരം തന്നെത്താൻ ഉണ്ടാക്കുന്നു. അങ്ങനെ തനിക്ക് വന്ന മാറ്റം അത് തൻ്റെ ജീവിതത്തെ മുഴുവനും പരിശുദ്ധ അമ്മയോട് ചേർത്ത് നിർത്തി. ഉടമ്പടിയിൽ ദൈവം ഒരു കക്ഷി, നാം ഒരു കക്ഷി. ഈ ദൈവം ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നില്ല. നാം ആണ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയിട്ട് നമ്മുടേതായ രീതികളിൽ പോവുക. അപ്പോഴെപ്പോഴും ദൈവം ഓൺലൈനിൽ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ മറന്നു പോവുക. എന്നാൽ അരുൺ ഇന്ന് അതൊക്കെ മനസ്സിലാക്കുകയാണ്. എൻ്റെ ജീവിതം മുഴുവനും നിത്യത വരെ ഉടമ്പടിയോടെ പോകണം, കർത്താവിനോടൊത്ത് ജീവിക്കണം. അങ്ങനെ ഇന്ന് തൻ്റെ കുടുംബം, അതായത് പിരിഞ്ഞു പോകാം എന്ന് തീരുമാനിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരുമിച്ച് ചേർന്ന ഒരവസ്ഥ, അങ്ങനെ താനും മക്കളും ഭാര്യയും എല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നൊക്കെ അരുൺ പറയുമ്പോൾ കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഭീകരമായ ഗർത്തത്തിൽ നിന്നും നാം കേട്ട സങ്കീർത്തനം പോലെ തന്നെ തൻ്റെ കാൽപാദങ്ങളെ പാറമേൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ മനസ്സിലാകുന്നത്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആദ്യമായി തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആൻ സോന സിബി. ഞാൻ തൃപ്പൂണിത്തുറ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ സെൻറ്റ് സെബാസ്റ്റ്യൻ ഉദയംപേരൂർ ഇടവക അംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 നവംബറിലാണ്. എനിക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള ഒരു വലിയ സാക്ഷിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് തന്നെ. ഞാൻ +2 കഴിഞ്ഞ് എനിക്കൊരു വലിയൊരു ആഗ്രഹമായിരുന്നു വിദേശത്ത് പോയി പഠിക്കണം. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയ ചൂസ് ചെയ്തു. നഴ്സിംഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏജൻസിയിൽ പോയി ഞാൻ ഓഫർ ലെറ്ററിന് വെച്ചു. എനിക്ക് ഓഫർ ലെറ്ററൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ IELTSന് പകരമായിട്ടുള്ള PT എക്സാം എഴുതാൻ തുടങ്ങുന്നത്. അങ്ങനെ PT എക്സാം എഴുതി. ആദ്യം എഴുതിയിൽ എനിക്ക് വിചാരിച്ച മാർക്കിനേക്കാളും 2 സ്കോർ കുറച്ച് എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കൃപാസനത്തിൽ വരാറുണ്ട്, പക്ഷെ ഉടമ്പടി എടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. മാതാവിന് നിയോഗങ്ങളൊക്കെ വെച്ചു. ഞാനത് കഴിഞ്ഞ് ഇവിടുത്തെ കൃപാസന തൈലവും ഉപ്പുമൊക്കെ എടുത്ത് കാശുരൂപം പിടിച്ച് ഞാൻ എക്സാം എഴുതി. എന്നിട്ടും എനിക്ക് ആ വിചാരിച്ച സ്കോറ് കിട്ടിയില്ല. 2 പോയിൻറ്റ്സ് കുറഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നത്. ആ സെയിം സ്കോർ തന്നെ അപ്പോഴും. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം എൻ്റെ സമയം പൊക്കോണ്ടിരിക്കുക. നമുക്ക് ഓഫർ ലെറ്റർ ഇത്ര സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ നമുക്ക് എല്ലാം ചെയ്ത് തീർക്കണം. പക്ഷെ എൻ്റെ സമയം പൊക്കോണ്ടിരിക്കുക.
അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം കൂടി എഴുതി, ഈ സെയിം സ്കോർ തന്നെ, നമുക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല, സെയിം സ്കോർ. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി. അതുവരെ എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ നേടിക്കൊണ്ടിരുന്നത് വെച്ചാൽ എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ അങ്ങനെയായിരുന്നു. ഞാൻ മാതാവിനോട് ചോദിക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി. ഞാൻ മാതാവിനോട് അപ്പോഴാണ് പറയുന്നത്, മാതാവേ, ഇനി ഞാൻ എൻ്റെ വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നില്ല, മാതാവ് ആയിട്ട് എനിക്കൊരു വഴി തെളിയിച്ച് തന്നാൽ മതി. മാതാവ് എന്താണോ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്തോളാം. അങ്ങനെ ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു ഏജൻസി, അവിടെ ചെന്നു. എല്ലാം മാതാവ് തന്നെ ഒരുക്കി തരുമായിരുന്നു. അവിടെ ചെന്നു, അവരൊരു കൺട്രി പറഞ്ഞു, അയർലൻഡ്. അപ്പം ഞാൻ അയർലൻഡ് വിചാരിക്കാത്തൊരു സ്ഥലമാണ്. നമ്മളിങ്ങനെ UK കേട്ടിട്ടുണ്ട്, പക്ഷേ അയർലൻഡ് ഞാൻ വിചാരിക്കാത്ത സ്ഥലമാണ്. അവിടെ കയറി അയർലൻഡ് ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേഴ്സിംഗ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഞാൻ അവിടെ ചെന്നപ്പോൾ ITI BSc ഇൻ കമ്പ്യൂട്ടിങ് അവരൊരു കോഴ്സ് പറഞ്ഞു. ഞാനെല്ലാം മാതാവ് പറഞ്ഞു തരുന്നതെന്ന് വിചാരിച്ച് തന്നെ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയി. ഓഫർ ലെറ്ററിന് വെച്ചു. ഓസ്ട്രേലിയയിൽ കിട്ടുന്ന ഓഫർ ലെറ്ററിനേക്കാളും പെട്ടെന്ന് തന്നെ 2 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ എൻ്റെ കൈ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പോകാനുള്ളതെല്ലാം മാതാവ് തന്നെ ചെയ്തു തന്നെ. അങ്ങനെ ഓഫർ ലെറ്റർ കിട്ടി. വിസയ്ക്കുള്ള എല്ലാ ഡോക്യുമെൻസും ഒന്നിനും ഒരു തടസ്സവും മാതാവ് തന്നിട്ടില്ല. എല്ലാം അപ്പം നമ്മളിപ്പോൾ ഓരോ പേപ്പർ ചെയ്യുവാണെങ്കിലും ഒരു തടസ്സവും കൂടാതെ എല്ലാ പേപ്പറും എനിക്ക് മാതാവ് ചെയ്തു തന്നു. അങ്ങനെ ഞാൻ VFSൽ വിസ സബ്മിറ്റ് ചെയ്യാൻ പോയി. അവിടെ പോയപ്പോഴും ഞാൻ കാശുരൂപം കൈമുറുകെ പിടിച്ചു. എൻ്റെ ഡോക്യുമെൻസിലെല്ലാം ഞാൻ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഉപ്പും ഞാൻ കൊണ്ടുപോയി. അങ്ങനെ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാശുരൂപം മുറുകെ പിടിക്കുക. എനിക്ക് മാതാവ് തന്നതാണ്, മാതാവ് തന്നെ എനിക്ക് അവിടെ പോകാനുള്ള അനുഗ്രഹം മാതാവ് തന്നെ തന്നുവെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വിസയ്ക്ക് വെച്ചു. എനിക്ക് ജാനുവരി 13 ക്ലാസ് തുടങ്ങുന്നത്. പക്ഷേ എനിക്ക് അപ്പോഴും ഈ ക്രിസ്മസിൻ്റെ വെക്കേഷനൊക്കെ കാരണം അപ്പോഴും എനിക്ക് വിസ വന്നില്ല. അപ്പോഴും ഞാൻ മാതാവിനോട്, മാതാവ് തന്നെ. അത് കഴിഞ്ഞിട്ട് 2025 ജാനുവരി 13 ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ എന്നിട്ടും എനിക്ക് 13 എൻ്റെ വിസ മാത്രം അപ്രൂവ് ആയിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും ചെക്ക് ചെയ്ത് നോക്കും, പക്ഷെ വന്നിട്ടില്ല. അങ്ങനെ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു, മാതാവാണ് എനിക്ക് ഓഫർ ലെറ്റർ തന്നിട്ടുണ്ടെങ്കിൽ മാതാവ് എന്നെ അവിടെ എത്തിച്ചേ പറ്റൂന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ജാനുവരി 19 ഞായറാഴ്ച ഞാനും കുടുംബവും ഇവിടെ വന്ന് കുർബാന കൂടി മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. 24 മുമ്പ് തന്നെ മാതാവ് എനിക്ക് വിസ തന്ന് അനുഗ്രഹിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ കുറേ കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് 13 എത്താൻ പറ്റിയില്ല കോളേജിൽ. അപ്പോൾ അവിടുത്തെ കോളേജ് തന്നെ എനിക്ക് ഫെബ്രുവരി 6 വരെ സമയം തന്നു. അതും എന്നെ വലിയൊരു അനുഗ്രഹമാണ്. അത് ഞാൻ വീട്ടിൽ ചെന്ന് എനിക്ക് ഇവിടുത്തെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കഴിഞ്ഞ് 22 ബുധനാഴ്ച എല്ലാ ദിവസവും 11 മണിക്കൊക്കെയാണ് ലിസ്റ്റ് വരുന്നത്. നമ്മളപ്പോൾ ചെക്ക് ചെയ്യണമെന്നൊക്കെ. പക്ഷെ എനിക്ക് അന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ, 8:45 ആയപ്പോൾ ഞാനെല്ലാം ഈ ലിസ്റ്റൊക്കെ നോക്കുന്ന മാതാവിൻ്റെ അടുത്തിരുന്ന അന്ന് 8:45 ഞാൻ വെറുതെ നോക്കിയതാ, അവിടെ എൻ്റെ നമ്പർ കിടക്കുന്നു. അങ്ങനെ എനിക്ക് വിസ അപ്രൂവ് ആയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഞാൻ നോക്കിയത് കുറേ സങ്കടപ്പെട്ടായിരുന്നു. അപ്പം എൻ്റെ ഒട്ടും പ്രതീക്ഷയില്ലാന്ന് തന്നെ ഞാൻ ഇതൊക്കെ ചെയ്തതും. അങ്ങനെ എനിക്ക് വിസ കിട്ടി. ഞാൻ ഈ ഫെബ്രുവരി അടുത്ത ചൊവ്വാഴ്ച തന്നെ ഞാൻ പോവുകയാണ് അയർലൻഡിൽ BSc ഇൻ കമ്പ്യൂട്ടിങ് പഠിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് കുറേ മാറ്റങ്ങൾ എന്നിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരാൾക്കവരോട് സംസാരിക്കാനോ ഇങ്ങനെ ഒരാളോട് ഇങ്ങനെ സമൂഹത്തിനോട് സംസാരിച്ചിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാൻ ഒട്ടും ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ എനിക്ക് ഭയങ്കര ധൈര്യമാണ് മാതാവ് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് കിട്ടിയേക്കുന്നത്. പത്രമൊക്കെ കൊടുക്കാനാണെങ്കിൽ എനിക്കതിന് ഒരു മടിയില്ലായിരുന്നു. ഓട്ടോ സ്റ്റാൻഡിലും കൊടുക്കും, ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഒരു മടിയോ ഒരു ധൈര്യക്കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ധൈര്യമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിങ്ങനെ കുടുംബത്തിൻ്റെ സഹായത്തോടെ തന്നെ സാധാരണ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായമൊക്കെ കൊടുത്ത് ചെയ്തു. അതോടൊപ്പം ഒരു മാനസികമായ ഒരപ്പാപ്പന് ഉച്ചയ്ക്ക് ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാറുണ്ട്. അതിപ്പോഴും തുടരുന്നു. പിന്നെ എല്ലാവരും സാക്ഷ്യത്തിൽ പറയാറുണ്ട്, എന്താണ് മാതാവിൻ്റെ നീല കളറിലുള്ളൊരു ഇത് കിട്ടി, മാതാവിൻ്റെ ഒരു പ്രസൻസ് കിട്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കും വേണം ആ പ്രസൻസ്, എല്ലാവരും പറയുന്നുണ്ടല്ലോ അതുപോലെ എനിക്കും വേണമെന്ന് ഞാൻ പറഞ്ഞു.
അങ്ങനെ ഒരു ദിവസം ഞാൻ കുമ്പസാരിക്കാറുണ്ട്, ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുക. അങ്ങനെ ആ പള്ളിയിൽ പോയി എല്ലാ ആഴ്ചയും ഞാൻ പോകാറുള്ളത് ആ പള്ളിയിൽ. പക്ഷേ അത്രയും നാൾ കാണാത്ത ഒരു അമ്മാമ്മ, നല്ല സുന്ദരി, നല്ല നമുക്ക് മുഖം കണ്ടാൽ നമുക്ക് കൊതി വരും. ഗ്രേ കളർ സാരി ഉടുത്ത് എൻ്റെ അടുത്ത് ഞാനപ്പോൾ ചെല്ലുക, എനിക്ക് അങ്ങോട്ട് ചെല്ലാൻ തോന്നി. ഞാൻ സംസാരിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, മോള് നന്നായി വരും എന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച്, അങ്ങനെ നമ്മൾ നമുക്ക് വയ്യാത്തൊരു ചേച്ചി തന്നെ നമ്മൾ കൈ പിടിക്കാൻ അങ്ങനെയൊന്നും ഉണ്ടല്ലോ, ഇല്ലല്ലോ. അപ്പം ഞാൻ അവിടെ ചെന്നു, എൻ്റെ കൈക്ക് ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ട് പറഞ്ഞു, മോൾ നന്നായി വരും, മോളുടെ കൂടെ മാതാവുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഗ്രേ കളർ സാരി, അപ്പോൾ മാതാവ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് ഞാൻ ആ അമ്മാമ്മനെ ഞാൻ അവിടെ കണ്ടിട്ടില്ല. അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹം തന്ന ദൈവമാതാവിനും പ്രിയപ്പെട്ട ഈശോയ്ക്കും 1000. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 14-ാം തിരുവചനം അരുളി ചെയ്യുന്നു, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നതാണ് നമുക്ക് അവനിലുള്ള ഉറപ്പ്. തൻ്റെ വിദേശത്തേക്കുള്ള പഠന കാര്യം ആൻസോണ സിബി പങ്കുവയ്ക്കുമ്പോൾ എല്ലാം ഈശോയുടെ ഇഷ്ടമനുസരിച്ച് നടക്കട്ടെ, ഇനി എനിക്കൊന്നും പ്രത്യേകിച്ചില്ല, ഞാനൊന്നും പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുന്നില്ല, ഏത് കൺട്രി ചൂസ് ചെയ്യണം, എങ്ങനെ, ഏത് കോഴ്സ്, ഇതൊക്കെ ദൈവത്തിന് പൂർണ്ണമായും അർപ്പിക്കുന്നു. അതുതന്നെയാണ് ഇപ്പോൾ തിരുവചനവും നമ്മോട് പറഞ്ഞത്. അതായത് എന്താണ് നമ്മുടെ ഉറപ്പ്? നാം എന്തെങ്കിലും ചോദിച്ചാൽ, അവൻ്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഈ ഒരു ഉറപ്പിൽ ഈ മകളും മുമ്പോട്ട് പോകുന്നു. തൻ്റെ വിസ പ്രോസസ്സിങ്ങും അതിനോടനുബന്ധിച്ചുള്ള തടസ്സങ്ങൾ അതൊക്കെ മാറുന്നു. പരീക്ഷ, എക്സാം എഴുതുമ്പോഴും ഒക്കെയുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അതിനെല്ലാറ്റിനും ഉടമ്പടി തന്നെ എങ്ങനെയാണ് കൂടുതൽ ദൈവസ്നേഹം കൊണ്ട് നിറച്ചത്? ഉടമ്പടിയിൽ ദൈവകണം കൂട്ടുക, ഭൗമകണം കുറയ്ക്കുക. അതാണ് ഉടമ്പടി ഓരോ വ്യക്തിയിലും മാറ്റം വരേണ്ടത്. ദൈവഗണം കൂട്ടുക എന്ന് പറയുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോൾ ഭൗമികമായിട്ടുള്ള നമ്മുടെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ നാം തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ, എനിക്ക് ആ ഓരോ കാര്യങ്ങൾ നമ്മുടേതായ രീതിയിലുള്ള കാര്യങ്ങളായി മാറുമ്പോൾ അവിടെയൊക്കെ ഭൗമഗണമാണ്. എന്നാൽ ഈ മകള് പിന്നീട് തൻ്റെ ജീവിതത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അച്ഛൻ പറയുക. ഈ മകള് തൻ്റെ ജീവിതത്തിൽ ദൈവഗണത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെ താൻ നേഴ്സിങ്ങിന് പോകണമെന്ന് വിചാരിച്ച മകളെ, ഓസ്ട്രേലിയ സ്വപ്നം കണ്ട മകളെ മറ്റൊരു കോഴ്സാണ് പരിശുദ്ധ അമ്മ കൊടുക്കുന്നത്. അതിലൂടെ അയർലൻഡിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് ആരാണ് നമ്മെ മുമ്പോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് തൻ്റെ കോഴ്സും താൻ പോകുന്ന രാജ്യവുമൊക്കെ ഏറ്റവും നല്ലതായിട്ട് ആൻസോണയ്ക്ക് അനുഭവപ്പെടുന്നു. അതും തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ തനിക്ക് കിട്ടിയ ആത്മധൈര്യം. അതുകൊണ്ടാണ് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ വഴി നടത്തുന്ന ദൈവമാണ് എന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ തിരുവചനങ്ങൾ നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. വളരെ തനിക്കിങ്ങനെയൊന്നും നിന്ന് സംസാരിക്കുവാനുള്ള ഒരു ധൈര്യമൊന്നുമില്ലായിരുന്നു. ഈ മകളും ഇന്നിപ്പോൾ തൻ്റെ +2 ഒക്കെ കഴിഞ്ഞ് 20 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ തൻ്റെ ഈ ജീവിതത്തിനിടയ്ക്ക് തനിക്കിങ്ങനെയൊന്നും മനുഷ്യരെ ഫേസ് ചെയ്ത് സംസാരിക്കുവാനൊന്നും തനിക്ക് സാധ്യമല്ലായിരുന്നു. എന്നാൽ അതിനും തന്നെ യോഗ്യയാക്കി തനിക്ക് അതിനുള്ള കൃപ പരിശുദ്ധ അമ്മ തന്നു. എല്ലാറ്റിനും അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയാണ് നമുക്ക് ബലം നൽകുന്നത്. ഇത് വെറും ഒരു സ്ഥലമല്ല, ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങിയ സ്ഥലമാണ്. ദൈവത്തിൻ്റെ പ്രിയപുത്രിയായ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടത്തിന് ഉള്ള പ്രത്യേകത മറ്റൊരു സ്ഥലത്തിനും ഇല്ലാത്ത പ്രത്യേകത തന്നെയാണ്. അങ്ങനെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യം പറയുന്ന ഓരോ കുഞ്ഞുങ്ങളും തങ്ങളെ ദൈവകൃപ കൊണ്ട് നിറയ്ക്കുന്ന, ദൈവസ്നേഹം കൊണ്ട് തങ്ങളെ നിറയ്ക്കുന്ന മാതൃവാത്സല്യത്തിന് മുൻപിൽ തങ്ങളെ തന്നെ അടിയറ വയ്ക്കുമ്പോൾ ഈശോയും അമ്മയും സ്വർഗവും സന്തോഷിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആദ്യം തന്നെ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചതിനും ഈ ആൾത്താരയിൽ നിർത്തി സാക്ഷ്യം പറയിക്കാൻ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് രമണി സുധീഷ്.
ഞാൻ കോട്ടയം ജില്ലയിലെ കടനാട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഫസ്റ്റ് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ഞാൻ ഗൾഫിലായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടിയിൽ വെച്ച് ഒരാഴ്ച ആയപ്പം നിയോഗത്തിൽ വെക്കാത്ത ഒരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് സാധിച്ചു കിട്ടിയത്. എനിക്ക് സിസേറിയനായിരുന്നു. അവിടെ 22 വർഷമായിട്ട് നല്ല വേദനയും തടിച്ച് വീർത്തായിരുന്നു ഇരുന്നത്. അവിടെ ഒന്ന് തൊടത്ത് പോലും ഇല്ലായിരുന്നു. ഞാൻ കൃപാസന അമ്മ മാതാവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് ആ അടിവയറ്റിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു ആ വയറിലൊന്ന് തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തൊട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ആ തടിച്ച് വീർത്ത ആ ഒരു ഇതുമില്ല, ഒരു പാട് മാത്രമേ കിടപ്പുള്ളൂ. ആ സിസേറിയൻ ചെയ്ത പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ തടിച്ച് വീർത്തതെല്ലാം മാറ്റിത്തന്ന എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തെ എൻ്റെ നിയോഗം, എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാകാതിരിക്കുമായിരുന്നു. അത് 4 വർഷമായിട്ട് പൂർത്തിയാകാതെ കിടക്കുമായിരുന്നു. അത് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. അപ്പം ഒരു ലോണിന് അപേക്ഷിച്ചു. പിന്നെ 2 ചിട്ടിയും ഉണ്ടായിരുന്നു. ചിട്ടിയൊക്കെ കുറിയിടുന്ന ചിട്ടിയാണ്. അതൊന്നും ഒരിക്കലും മറിച്ച് പോലും തരാൻ പറ്റത്തില്ലായിരുന്നു. അവരോട് ഞങ്ങൾ പറഞ്ഞപ്പം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞെങ്കിലും ആ ചേച്ചി പിന്നീട് അത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ചിട്ടിപ്പൈസയും ലോണും എല്ലാം കിട്ടി. ആ വീടിൻ്റെ പണി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. അതിന് ഞാൻ എൻ്റെ അമ്മയ്ക്കും ഈശോപ്പായ്ക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ടായിരുന്നു, ഒരുപാട് പോകുന്നുണ്ടായിരുന്നു. അതും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ തലയിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആ മുടി കൊഴിച്ചിലെല്ലാം മാറി. അതിന് ഞാൻ എൻ്റെ അമ്മയ്ക്കും ഈശോപ്പായ്ക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ചെവി ഇൻഫെക്ഷൻ ആയിരുന്നു. ചെവി കൂടെ ഇങ്ങനെ 1 വർഷത്തിൻ്റെ മേളിലായി ചെവി കൂടെ ഇങ്ങനെ വെള്ളം പോലെ ആദ്യം ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് അത് ഇൻഫെക്ഷനായിട്ട് നല്ല വേദനയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി 2 ആഴ്ച മെഡിസിൻ കഴിച്ചു. അതങ്ങ് മാറിയ വേദന. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പം പിന്നെ അത് ചെവി കൂടെ ഇങ്ങനെ വെള്ളം പോലെ വരാൻ തുടങ്ങി. പക്ഷേ വേദനയില്ലായിരുന്നു, വെള്ളം പോലെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയിരിക്കുന്ന അബുദാബിയിൽ ആ വീട്ടുകാർ അവർ ഉടമ്പടി എടുത്തവരായിരുന്നു. അവരോട് ഞാൻ വിശ്വാസത്തൈലം മേടിച്ച് എൻ്റെ ചെവിയിൽ അവർ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് പിന്നെ ആ വേദന അങ്ങ് പോയി. പിന്നെ 1 വർഷം കഴിഞ്ഞ് പിന്നെ ഇതുപോലെ തന്നെ ചെവി കൂടെ വെള്ളം പോലെ വരാൻ തുടങ്ങി. പക്ഷേ വേദനയൊന്നുമില്ലായിരുന്നു. അപ്പോൾ കൃപാസനത്തിൽ ഒരു പത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ആ കൃപാസനത്തിൻ്റെ പത്രം ഫസ്റ്റ് പേജിലെ മാതാവിൻ്റെ ഫോട്ടോയിൽ ഞാൻ എൻ്റെ ചെവി വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ആ വെള്ളം ഒഴുകി വരുന്നത് നിൽക്കുകയും ഞാൻ തൊട്ട് നോക്കിയപ്പം ആ ചെവി അവിടെ ഉണങ്ങിയിരിക്കുന്നതായിട്ടുമാണ് കണ്ടത്. അത് പിന്നെ ഇന്ന് വരെയും ചെവി കൂടെ വെള്ളവും വന്നിട്ടില്ല, ഒരു കുഴപ്പവും ഇല്ലാതെ പൂർണ്ണ സൗഖ്യം തന്നു. പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തത്, ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് പള്ളിയുടെ വാതിക്കലിരിക്കുന്നവർക്കും വഴിയിലിരിക്കുന്നവർക്കൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് കഴിയാവുന്നത് പോലെ അവർക്കൊക്കെ ഭക്ഷണം മേടിച്ച് കൊടുക്കാറുണ്ട്, പൈസയും കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത്, ഇവിടുന്ന് പത്രം ഞാൻ അബുദാബി കൊണ്ടുപോയി അവിടുത്തെ പള്ളിയിൽ വിതരണം ചെയ്യാറുണ്ട്. ഇവിടെ വന്നും ഓരോ വീടുകളിൽ കൂടെ നടന്ന് പത്രം കൊടുക്കുകയും പള്ളിയിലും കടകളിൽ കൂടെ ഒക്കെ പത്രം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ബൈബിള് എല്ലാ ദിവസവും 1/2 മണിക്കൂർ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയൊക്കെ അച്ഛൻ്റെ ടോക്കിലൂടെ കേട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. ജപമാലയൊക്കെ ഇപ്പോൾ ഞാൻ ചൊല്ലുന്നുണ്ട്. പ്രാർത്ഥന എല്ലാം പഠിച്ചത് തന്നെ അച്ഛൻ്റെ ടോക്ക് കേട്ട് തന്നെയാണ് പഠിച്ചത്. പിന്നെ അമ്മയുടെ രാവിലത്തെ പ്രാർത്ഥന ചൊല്ലി ഞാൻ നീലത്തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിൽ അമ്മയുടെ തിരിയിൽ ഞാൻ ഹാർട്ട് കണ്ടു. പിന്നെ അമ്മയുടെ സാമീപ്യം എനിക്കുണ്ടായി. മുല്ലപ്പൂവിൻ്റെ നല്ല ഒരു മണം എനിക്ക് വന്നു. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവ് ഈശോയിൽ നിന്നും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ എൻ്റെ അമ്മയ്ക്കും ഈശോപ്പായ്ക്കും ഞാൻ നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ തിരുവചനം 2:2 ഇപ്രകാരം അരുളി ചെയ്യുന്നു: അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. രമണി സുധീഷ് തനിക്ക് ഓൺലൈൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും താൻ വെക്കാത്ത ഒരു നിയോഗം, എന്നാൽ 22 വർഷമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ശാരീരികമായ അസ്വസ്ഥത, സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ ഭാഗത്തുണ്ടായിരുന്ന ഒരു തടിപ്പും അതുമൂലം അനുഭവിച്ചിരുന്ന 22 വർഷമായ വേദനയും
അത് പരിപൂർണമായിട്ട് മാറുന്നു. അതും അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് ഈ മകള് തനിക്ക് വേദനയുള്ള ഭാഗത്ത് വെച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കുന്നു. പിന്നീട് തനിക്കത് അനുഭവപ്പെട്ടില്ല, എന്നാൽ താനത് മനസ്സിലാക്കാത്തത് കൊണ്ട് ഉള്ളിലിരുന്ന് തന്നോട് പറഞ്ഞു, നീ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന്. അപ്പോഴാണ് ഈ മകൾക്ക് തനിക്ക് കിട്ടിയ സൗഖ്യാനുഭവം അത് കൂടുതൽ ക്ലിയറായി വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നത്. പിന്നീട് ഇന്ന് വരെയും തനിക്ക് ആ ഒരു തടിപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അസ്വസ്ഥതകളോ ഇല്ല. അങ്ങനെ 22 വർഷത്തെ ഒരു വലിയ വേദനയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് മാറിക്കിട്ടിയത്. അപ്പോൾ നാം ഉടമ്പടിയിൽ വയ്ക്കാത്ത നിയോഗങ്ങൾ അത് നമുക്ക് ലഭിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ അമ്മ എത്രമാത്രമാണ് നമ്മുടെ കാര്യത്തിൽ കരുതലുള്ളതെന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. തനിക്കിത് ഈ വേദന ഇങ്ങനെ ജീവിതത്തിലുള്ളത് കൊണ്ട് തനിക്ക് ഉള്ള മറ്റു പല നിയോഗങ്ങളും പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഈ മകൾ അതിന് പ്രാധാന്യം കൊടുത്തു. എന്നാൽ ഹൃദയമറിയുന്ന ഈശോ എവിടെയാണ് ഈ മകളെ ആദ്യം തൊട്ടത്? അത് ഈ മകൾക്കിത് ഏറ്റവും ആവശ്യമാണെന്നറിയാം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കണ്ട. എനിക്ക് ഓരോ നിയോഗങ്ങൾ പറഞ്ഞ് അത് ഓർപ്പിക്കുകയൊന്നും വേണ്ട. നാം ഓർത്തില്ലെങ്കിലും നമ്മുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ അത് എപ്പോഴുമുണ്ട്. അപ്പോൾ നമുക്കൊന്നേ ഒരു കാര്യമേ നാം ചെയ്യേണ്ടതുള്ളൂ, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ആത്മാർത്ഥതയും അർപ്പണബോധവുമാണ് ഉടമ്പടിയുടെ ഉയിര്. ഇത് രണ്ടും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് കാര്യങ്ങളും നാം ചിന്തിക്കാത്തതുപോലും നാം പറയാത്തതുപോലും നമുക്ക് വേണ്ടിയിട്ട് കൃപയായിട്ട് വർഷിക്കപ്പെടുന്ന ഒരു ദൈവസന്നിധിയിലാണ് നാം വന്നിരിക്കുക. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ പ്രകാശം കണ്ടു. എത്രയോ മക്കൾ ഇന്ന് ഉടമ്പടി എടുത്ത് പ്രകാശമായ കർത്താവിനെ വിശ്വസിച്ച് ആരാധിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ആ പ്രകാശം കെട്ടുപോകുന്നില്ല. പിന്നീട് തൻ്റെ 4 വർഷമായ വീട് പണി അത് പൂർത്തിയാകാതെ കിടന്നതും അത് പൂർത്തിയാകുന്നതും, അതുപോലെ 1 വർഷത്തോളമായി തനിക്കുണ്ടായിരുന്ന ചെവിയുടെ ഇൻഫെക്ഷൻ, ഇതിനൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ആ ഉടമ്പടിയുടെ അനുഭവം അതൊന്നു മാത്രമാണ് തനിക്ക് സൗഖ്യം നൽകിയത്. ഈ മകള് ഈശോയെ സ്നേഹിക്കുകയും തിരുവചന വായന, അതുപോലെ മാക്സിമം തൻ്റെ സാഹചര്യങ്ങളിലൊക്കെ കൃപാസന പത്രം കൊടുക്കുവാനും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുവാനുമൊക്കെ സന്നദ്ധത കാണിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ സാന്നിധ്യമായിട്ട് സുഗന്ധ അഭിഷേകമായിട്ട് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ കടന്നു വരുന്നതെന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും ഇന്ന് ലോകസമക്ഷം ഈ മകള് തൻ്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ആത്മാർത്ഥതയും അർപ്പണവും കൊണ്ട് ഉടമ്പടിയെ എങ്ങനെയാണ് ദൈവസ്നേഹത്താൽ നിറച്ച് ഓരോ മക്കളും ജീവിത യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ എൻ്റെ പേര് മിഥുൻ ജോർജ്. ഞാൻ തലശ്ശേരി രൂപതയിലെ പൂളക്കുറ്റി ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായി എനിക്കിവിടെ സാക്ഷ്യം പറയാൻ അവസരം നൽകിയതിനെ ഓർത്ത് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. ഞാനൊരു 20 വർഷത്തോളമായി ബാംഗ്ലൂർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യുകയാണ്. 2023 ഞങ്ങളുടെ കമ്പനി ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് ജർമ്മനിക്ക് പോകാനൊരു ഓപ്പർച്യൂണിറ്റി വന്നു, ഒരു 3 വർഷത്തേക്ക്. അങ്ങനെ 23 ഒക്ടോബറിൽ ഞങ്ങൾ ജർമ്മനിക്ക് പോയി, ഞാനും വൈഫും മക്കളും. ജർമ്മനിയിൽ ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു ടെമ്പററി അക്കോമഡേഷൻ ആയിരുന്നു. ഇങ്ങനെ കമ്പനി വിട്ടതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും തന്നിരുന്നു. അതായത് ഞങ്ങൾക്ക് അവിടെ വീട് അന്വേഷിക്കാനായിട്ട് ഒരു ഏജൻസി, ഞങ്ങളുടെ എന്ത് പേപ്പർ വർക്കിനും സഹായിക്കാനായിട്ട് ആൾക്കാർ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഒന്നിനൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടും ഒരു 2 മാസത്തോളം ശ്രമിച്ചിട്ടും ഞങ്ങൾക്കൊരു വീട് ലഭിച്ചിരുന്നില്ല. പല സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ജർമ്മനിയിലൊക്കെ ഒരു വീട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഒരു വീട് ലഭിച്ചു. ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, അതിൻ്റെ 2nd ഫ്ലോറിലായിരുന്നു. അങ്ങനെ ഡിസംബർ 15-ാം തീയതി ഞങ്ങൾ അങ്ങോട്ട് താമസം മാറി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജർമ്മനിയിലൊക്കെ ഒരു സൈലൻസ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ട്, ആ സമയത്ത് നമ്മൾ അധികം ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ വളർന്ന പിള്ളേരായതുകൊണ്ട്, എനിക്ക് 2 ആൺപിള്ളേരായിരുന്നു അന്നേരം, അവർ രണ്ടുപേരും നന്നായിട്ട് ഓടുകയും ചാടുകയും കളിക്കുകയും എല്ലാം ചെയ്യും. അപ്പോൾ അത് അടുത്ത് താമസിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുമായിരുന്നു.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ആയപ്പം ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ കമ്പനിയിലെ ഞങ്ങളെ സഹായിക്കാനായിട്ടുള്ള ഏജൻസിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടുന്ന് വീട് മാറണമെന്ന്. പക്ഷെ അവർ അന്നേരം കൈമലർത്തി അവർക്കിനി സഹായിക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനാണെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് പറഞ്ഞു. അവസാനം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ആ സെയിം ഡേ തന്നെ. അങ്ങനെ ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ തീരുമാനിച്ചു എന്തൊക്കെ സംഭവിച്ചാലും ഈ വീട്ടിൽ നിന്ന് മാറണം, കാരണം ഇനിയുള്ള 3 വർഷം ഈ ഒരു അവസ്ഥയിൽ കടന്നു പോകാനായിട്ട് പറ്റില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഡിസംബർ 18-ാം തീയതി ഞങ്ങളുടെ ലാൻഡ് ലോഡിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടുന്ന് വീട് മാറണമെന്ന്. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ കയറിയ സമയത്ത് ഒത്തിരി നാളെ വീട് ഉപയോഗശൂന്യമായിട്ട് കിടക്കുമായിരുന്നു, അതായത് ആരും ഉപയോഗിക്കുന്നില്ലായിരുന്നു. അങ്ങനെ വീട് മൊത്തം തണുത്തുറഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഹീറ്റിംഗ് ഒക്കെ ഇച്ചിരി പ്രോബ്ലം ഉണ്ടായിരുന്നു, ഹീറ്റിംഗ് ഒക്കെ ആയി വരാൻ സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊരു കാരണമായിട്ട് പറഞ്ഞു ഓണറിൻ്റെ അടുത്ത്, അതായത് ഹീറ്റിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഞങ്ങൾ മാറുന്നത്, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ 3 മാസത്തെ നോട്ടീസ് പീരീഡ് കൊടുക്കണം. അപ്പോൾ ഓണർ പറഞ്ഞു ഓക്കെ, ഹീറ്റിങ്ങിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ഞാനൊരു ടെക്നീഷ്യനെ വിട്ടിട്ട് അത് ചെക്ക് ചെയ്യിക്കാം, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാമെന്ന്. ഞങ്ങളുടെ എന്തോ ഭാഗ്യം കൊണ്ട് അതൊരു വെക്കേഷൻ ടൈം ആയിരുന്നതുകൊണ്ട് ടെക്നീഷ്യൻ പറഞ്ഞത് ജനുവരി ലാസ്റ്റിലേക്ക് വരാൻ പറ്റുള്ളൂ എന്ന്. അപ്പോൾ ഓണർ പറഞ്ഞു ഓക്കെ, എന്നാൽ പിന്നെ നിങ്ങൾ വീട് കാലി ചെയ്തോളൂ, പൊയ്ക്കോളൂ, 1 മന്ത് നോട്ടീസ് തന്നിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ വീണ്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു. കാരണം വേറൊരു വീട് എങ്ങനെ തപ്പി കണ്ടുപിടിക്കും, അതും ഇനി ഗ്രൗണ്ട് ഫ്ലോർ വേണം, ഇല്ലെങ്കിൽ ഇതേ അവസ്ഥയിലൂടെ വീണ്ടും കടന്നു പോകേണ്ടി വരും. അപ്പം വീണ്ടും ഉടമ്പടി പ്രാർത്ഥനയിലും മാതാവിനോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതിനു മുൻപ് കണ്ടിരുന്നൊരു വീട്ടിൽ ഞങ്ങളെ റിജക്റ്റ് ചെയ്തതാണ് പണ്ട്. അവിടുത്തെ ഓണർ ഞങ്ങളെ വിളിക്കുകയാണ് 2 ദിവസം കഴിയുമ്പോൾ. അയാൾ ഞങ്ങളോട് വന്ന് പറയുകയാണ് നിങ്ങൾക്ക് വീട് വേണമെങ്കിൽ വന്നിട്ട് കണ്ടോളൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തോളൂ ഇമ്മീഡിയറ്റ് എന്ന്. ഇത് ഞങ്ങളോട് പറയുന്നത് ഡിസംബർ 24-ാം തീയതി. ഡിസംബർ 25-ന് രാവിലെ ഞങ്ങൾ ചെന്ന് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. അതായത് ഒരു ഗ്രൗണ്ട് ഫ്ലോറിലുള്ളൊരു വീട്, ഇൻഡിപെൻഡൻറ്റ് വീടാണ്, ഫസ്റ്റ് ഫ്ലോറിൽ ഓണർ താമസിക്കുന്നു. അപ്പോൾ പിള്ളേർക്ക് എത്ര കളിച്ചാലും ഒന്നും ഒരു കുഴപ്പവുമില്ല. അതേസമയം തന്നെ വേറൊരു ഓണറും വിളിക്കുന്നു, ഇതേപോലെ നിങ്ങൾക്കൊരു വീട്, നിങ്ങൾ കണ്ട വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വന്നെടുത്തോളൂ എന്ന് പറഞ്ഞു. ഒരു വീടും ലഭിക്കാതിരുന്നൊരവസരത്തിൽ മാതാവ് ഞങ്ങൾക്ക് അങ്ങനെ 2 വീട് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അപ്പോൾ ഇതേ സമയത്ത് ഞങ്ങളുടെ പഴയ ഓണർ ഞങ്ങളോട് അപ്പോഴും ഒരു ദേഷ്യത്തിലായിരുന്നു, നമ്മൾ ഇത്രയും ഷോർട്ട് ടൈം കൊണ്ട് ഞങ്ങളെ വീട് മാറുന്നതിനെ ഓർത്ത്. അങ്ങനെ ജനുവരി അവസാനത്തോടെ ആയപ്പം ആ ടെക്നീഷ്യൻ വന്നു ഹീറ്റിങ്ങിൻ്റെ ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട്. അയാൾ വന്ന് ചെക്ക് ചെയ്തു, എന്നോട് പറഞ്ഞു റിപ്പോർട്ട് ഞാൻ ഓണർക്ക് അയച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഓണർ എന്നെ വിളിച്ച് വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ പോയിക്കോളൂ, കുഴപ്പങ്ങളൊന്നുമില്ല, ഞാനും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി ഇത് എന്തോ ഹീറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഓണർ ഇങ്ങനെ പറയുന്നത്, അല്ലാതെ ഇത് വലിയ അത്ഭുതം നടന്നൊന്നുമല്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി. അത് കഴിഞ്ഞൊരു 2 ദിവസം ഞങ്ങൾ വീട് വെക്കേറ്റ് ചെയ്യേണ്ടതിന് 2 ദിവസം മുൻപ് ഓണറുടെ ഒരു ഇമെയിൽ വരുന്നു, ആ ഹീറ്റിംഗ് കമ്പനിയുടെ ടെസ്റ്റിംഗ് റിപ്പോർട്ട് അടക്കം, അതായത് ഹീറ്റിങ്ങിന് യാതൊരു പ്രോബ്ലവും ഇല്ല, എല്ലാം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും പെട്ടു എന്നുള്ള അവസ്ഥയായി. മാതാവേ, ഞാൻ അറിയാതെ ക്വസ്റ്റ്യൻ ചെയ്തു പോയതാണ്, എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞു. പക്ഷേ എങ്ങനെ ഈ കുടുക്കിൽ നിന്ന് ഊരണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇനിയിപ്പോൾ ഓണർ ചിലപ്പം ബാക്കി 2 മാസത്തെ വാടകയും കൂടെ കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഡ്വാൻസിൻ്റെ ബാക്കി പൈസ തിരിച്ചു തരത്തുള്ളൂ. പക്ഷേ എന്തോ അങ്ങനെ ജനുവരി 31-ാം തീയതി വൈകിട്ടായപ്പം അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കൊടുത്ത ഫുൾ ഡെപ്പോസിറ്റും 1 പൈസ പോലും കുറയ്ക്കാതെ എനിക്ക് അയച്ചു തന്നു. അങ്ങനെ മാതാവ് ഞങ്ങളെ ആ ഒരു വലിയൊരു കുടുക്കിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. അതേപോലെ തന്നെ ഞാൻ അവിടെ ചെന്നതിന് ശേഷം എൻ്റെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് ഡ്രൈവിങ്ങിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ആദ്യം. അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു നീ ടെസ്റ്റ് ഒറ്റയടിക്ക് തന്നെ പാസ്സാകും, ഒരു കുഴപ്പവുമില്ലയെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ തിയറി എക്സാം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പാസ്സായി. അപ്പോൾ എനിക്ക് പിന്നെയും കോൺഫിഡൻസ് ആയി, തിയറി പാസ്സാകാനായിരുന്നു ബുദ്ധിമുട്ട്, പ്രാക്ടിക്കൽ എന്തായാലും എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന്. അങ്ങനെ പ്രാക്ടിക്കൽ എക്സാമിന് പോയി. അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ ഇൻസ്ട്രക്ടറും എന്നോട് പറഞ്ഞു നീ നന്നായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്, നീ ടെൻഷൻ ആവുകയേ വേണ്ട, നീ എന്തായാലും പാസ്സാവുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് എക്സാം ഞാൻ ഫെയിലായി. എന്താ കാരണം എന്ന് എനിക്ക് പോലും മനസ്സിലായില്ല. എൻ്റെ ഇൻസ്ട്രക്ടർ എന്നോട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നീ വളരെ നന്നായിട്ടാണ് ഓടിച്ചത്, എന്ത് റീസണാണ് അയാൾ നിന്നെ ഫെയിലാക്കിയെന്ന് എനിക്കറിയത്തില്ല, നിന്നെ ഇനി എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ആപ്പടെ സങ്കടത്തിലായി. പിന്നെയും ഞാൻ എൻ്റെ ഡ്രൈവിങ്ങിൽ തന്നെ വിശ്വസിച്ചു. ഞാൻ 1 തവണയും കൂടി എക്സാം എഴുതി പ്രാക്ടിക്കൽ. 2ാമത്തെ തവണയും ഞാൻ ഫെയിലായി. അപ്പോഴത്തേക്ക് എൻ്റെ വിശ്വാസം മൊത്തം പോയി.
ഞാൻ വീണ്ടും മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഇത്രത്തോളം എൻ്റെ ഡ്രൈവിങ്ങിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ ഇതാ ഞാൻ രണ്ടാമത്തെ തവണയും ഫെയിലായിരിക്കുന്നു. ഇനി ഞാൻ ഒരു തവണയും കൂടി എഴുതാൻ പോകും, നിന്നെ മാത്രം സഹായം പിടിച്ചുകൊണ്ട്. അന്ന് വൈഫ് മൂന്നാമത്തെ കൊച്ചിന് ഡെലിവറി ആകേണ്ട ടൈമായിരുന്നു ആ സമയം. അപ്പം വൈഫിൻ്റെ മമ്മി വന്നിട്ടുണ്ടായിരുന്നു. മമ്മി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. മമ്മീൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം ഉണ്ടായിരുന്നു. ഞാൻ ആ ഉടമ്പടി കാശ് രൂപം എൻ്റെ ടീഷർട്ടിൻ്റെ ഇവിടെ ഫുൾ സ്ലീവ് ആയിരുന്നു, അതിൻ്റെ അകത്തായിട്ട് ഞാൻ അത് പിൻ ചെയ്ത് വെച്ചു. അതേപോലെ വണ്ടിക്കകത്തെല്ലാം കൊണ്ട് ഉപ്പൊക്കെ ഇട്ടു, ഡ്രൈവ് ചെയ്യുന്ന മറ്റേ എക്സാമിന് കൊണ്ട് വണ്ടീൻ്റെ അകത്ത്. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് സ്റ്റിയറിങ്ങിലൊക്കെ തൈലമൊക്കെ തേച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ആ എക്സാമിന് പോയി. അതിൽ ഒരു കുഴപ്പവുമില്ലാതെ ഞാൻ പാസ്സായി. ഇതേപോലെ തന്നെ എൻ്റെ മൂന്നാമത്തെ കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമായിരുന്നു. വിത്തിൻ 3 months, ഓൾമോസ്റ്റ് 2 months ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പേപ്പർ വർക്ക്സൊക്കെ അവിടെ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ വരുന്നതിന് ഒരു 2 ആഴ്ച മുമ്പേ എല്ലാ പേപ്പർ വർക്ക്സും, റെസിഡൻസ് പെർമിറ്റ് അടക്കം എല്ലാ കാര്യങ്ങളും, പാസ്പോർട്ടും എല്ലാം ഞങ്ങൾക്ക് റെഡിയായി കിട്ടി. ഞങ്ങൾക്ക് ഒരു കുഴപ്പവും കൂടാതെ നാട്ടിലേക്ക് വരാനായിട്ടും സാധിച്ചു. ഇങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൂടെ കടത്തി വിട്ടിട്ടാണെങ്കിൽ പോലും മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ച് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസം വരുത്തി. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ അത് കറക്റ്റായിട്ട് പാലിക്കാനുള്ള കൃപ എനിക്ക് മാതാവ് തന്നു. കറക്റ്റായിട്ട് രാവിലെ 5:30 എണീക്കാനും അച്ഛൻ്റെ ധ്യാനം കറക്റ്റായിട്ട് എല്ലാ ആഴ്ച കൂടാനും ദിവസവും സാക്ഷ്യങ്ങൾ കാണുവാനും എല്ലാം ഒത്തിരി സഹായിച്ചു. അതോടൊപ്പം ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, ഞങ്ങൾ ഈ അവിടുന്ന് ഓണറിനോട് വീട് മാറുകയാണെന്ന് പറഞ്ഞതിന് ശേഷം വീട് കിട്ടുന്ന ആ സമയം വരെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയയിലെല്ലാം ഞങ്ങൾ ട്രെയിനിൽ പോയിട്ട് അവിടെയെല്ലാം ആ റെയിൽവേ സ്റ്റേഷനിലും ആ പരിസരങ്ങളിലെല്ലാം ഞങ്ങൾ ഉപ്പ് വിതറുമായിരുന്നു. മാതാവ് ഞങ്ങൾക്ക് ഈ ഏരിയയിൽ എവിടെയെങ്കിലും വീട് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ജോലിക്ക് പോകാനും പിള്ളേർക്ക് സ്കൂളിൽ പോകാനൊക്കെ സൗകര്യമാണല്ലോ എന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇട്ട സ്ഥലത്ത് തന്നെയാണ് മാതാവ് ഞങ്ങൾക്കൊരു വീട് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതും. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 23-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ. ഇതാ, ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും, ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. മിഥുൻ കെ ജോർജ് തനിക്ക് ജർമ്മനിക്ക് പോകുവാനുണ്ടായ സാഹചര്യങ്ങൾ, അവിടെ ചെന്നതിന് ശേഷം തൻ്റെ കഴിവിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു മകൻ തനിക്ക് പല കാര്യങ്ങളും കമ്പനിയൊക്കെ ചെയ്തു തരുമ്പോൾ ഇത് മൂലം ഇനി തനിക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്താകും, കമ്പനിയുടെ തന്നെ ചിലവിലുള്ള സ്റ്റേ, തങ്ങളുടെ കൂടെ ഒരു വ്യക്തി ഉള്ളതുകൊണ്ട് തങ്ങൾക്ക് യാതൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. മറ്റു പലരും അവിടെ തനിച്ച് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ കമ്പനിയുടെ അറിവിൽ തന്നെ ഒരു വ്യക്തി തങ്ങൾക്ക് കിട്ടുക, അപ്പോൾ അതിലൊക്കെ തനിക്ക് തൻ്റേതായ ഒരു നേട്ടമായിട്ട് അതൊക്കെ മാനുഷികമായ ഒരു ചിന്തയുമാണ് സാധാരണ ഒരു ചിന്തകൾ. അപ്പോൾ ഇതിൽ മിഥുനും അങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ചു. ജീവിതം അങ്ങനെ നല്ല സ്മൂത്തായിട്ട് പോകുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. എന്നാൽ ഓവർ കോൺഫിഡൻസ്, അതാണ് ആത്മവിശ്വാസം അമിത വിശ്വാസമാകുമ്പോഴാണ് അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധ്യമല്ലാതെ വരിക. അപ്പോൾ ഇതൊരു ഏറ്റുപറച്ചിലാണ്. അതായത് തൻ്റെ ജീവിതത്തിൽ താൻ അറിഞ്ഞ ദൈവത്തെ ഇന്ന് ഈ മകൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ സഹായമില്ലായിരുന്നെങ്കിൽ തങ്ങൾക്ക് വരാമായിരുന്ന ഓരോ വിപത്തുകൾ ഓൺലൈൻ ഉടമ്പടി പിന്നീട് എടുക്കുകയും അങ്ങനെ തനിക്ക് തൻ്റെ പല സാഹചര്യങ്ങളുമൊക്കെ തടസ്സമായിട്ടും അതുപോലെ തനിക്ക് ബുദ്ധിമുട്ടായിട്ടുമൊക്കെ വന്ന ഓരോരോ സാഹചര്യങ്ങൾ, അക്കോമഡേഷൻ്റെ കാര്യം, അങ്ങനെ ഓരോന്നും തനിക്ക് പിന്നീട് മനസ്സിലാവുകയും അമ്മയോട് തന്നെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, അമ്മയോട് മാപ്പ് പറയുന്നുണ്ട്. വീണ്ടും തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് അതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഉടമ്പടി നമ്മെ ജീവിതത്തിൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പഠിപ്പിക്കുന്ന, അതായത് ഒരു മകനോ മകളോ ഉടമ്പടിയെടുത്ത ഒരു വ്യക്തി ജീവിതം എങ്ങനെ ജീവിക്കണം, അതിനെങ്ങനെയാണ് കർത്താവിനെ കൂട്ടുപിടിക്കേണ്ടത്, അതുതന്നെയാണ്
ഉടമ്പടി നമ്മെ പഠിപ്പിക്കുക. അതുപോലെ നമുക്ക് സാധാരണ ജീവിതത്തിൽ വണ്ടി വാങ്ങിച്ചാൽ മാത്രം പോരാ, നമുക്ക് ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണം, അതിനുള്ള ലൈസൻസ് വേണം, ആ ടെസ്റ്റ് പാസ്സാകണം, ഇതൊക്കെ നമുക്കുണ്ട്. ഇതുപോലെ തന്നെയാണ് ഉടമ്പടി ജീവിതവും. ഉടമ്പടി നാം എടുത്തത് കൊണ്ട് മാത്രമായില്ല, ഉടമ്പടി ജീവിതത്തിൽ അത് ഉടമ്പടി ആരാധനയിലൂടെയാണ് നമുക്ക് എല്ലാ അപ്ഡേഷനും കിട്ടുക. അപ്പോൾ ആ ഉടമ്പടി ആരാധനയിലൂടെയൊക്കെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങൾ അത് നമുക്ക് പുതിയ ദിശാബോധമൊക്കെ നൽകുന്നതാണ്. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രാർത്ഥനയും ആരാധനയും എല്ലാമായിട്ട് താൻ മുമ്പോട്ട് പോകുമ്പോൾ തനിക്ക് കിട്ടിയ കൃപകൾ, അതുപോലെ 2 പ്രാവശ്യം തൻ്റെ തന്നെ കഴിവിൽ ആശ്രയിച്ച് ഈ മകൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുന്നു. പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളുമായിട്ട് പോകുമ്പോൾ അമ്മയോട് അടിയറവ് പറയുകയാണ്, അമ്മേ എനിക്കിനി പറ്റില്ല, അമ്മ തന്നെ കൂടെ വരണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇതൊക്കെ പിന്നീടാണ് കൃപകൾക്കുള്ള സാധ്യതകളായിട്ട് ഓരോ മക്കളും മനസ്സിലാവുക. ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് അന്ധയാചകർ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. ഉടമ്പടിയുടെ ദൈവമേ ഞങ്ങളിൽ കനിയണമേ. ഇതാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ ഓരോ മകനും മകളും ആത്മാർത്ഥമായിട്ട് പറയുക. ജീവിതത്തിൻ്റെ തടസ്സങ്ങളുടെ നിമിഷങ്ങളിൽ നമുക്ക് ഉടമ്പടി മാത്രമാണ്, അതായത് ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവവും നാമും ചേരുന്ന ഒരു ഉഭയകക്ഷി ബന്ധം. ഈ ബന്ധത്തിൻ്റെ സുതാര്യത, ആ ബന്ധത്തിൻ്റെ ദൃഢത, ബലം അത് മറ്റൊരു പ്രാർത്ഥനകൾക്കുമില്ല. എന്താണെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇപ്പോൾ തിരുവചനത്തിലൂടെ നാം കേട്ടത്. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു, അവൻ നിൻ്റെ വഴി ഒരുക്കും. ഈ ഒരു കൂടെ വസിപ്പ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന സാഹചര്യങ്ങൾ, തൻ്റെ ദൂതനെ വിട്ട് നമുക്ക് എങ്ങനെയാണ് തടസ്സങ്ങളൊക്കെ മാറ്റുന്നത്, ഇത് ഉടമ്പടിയുടെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയുക. ഇന്ന് മിഥുൻ തൻ്റെ ജീവിതത്തെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. തനിക്ക് ദൈവം കൂടെയുള്ളപ്പോൾ മാത്രം തനിക്ക് കിട്ടുന്ന കൃപകൾ മനസ്സിലാക്കുന്നു. തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു. ഇന്ന് ഈ മകൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് അമ്മയുടെ തിരുനടയിൽ തൻ്റെ സാക്ഷ്യവും പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായും ഇനിയും ദൈവം കൂടെ നടക്കുന്ന ഒരു യാത്ര ആരംഭിക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ജെയ്മി, ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് 2022 ഡിസംബർ 22 ഉടമ്പടി എടുത്തത്. എൻ്റെ അനീതിയാണ് കൃപാസനത്തെ പറ്റിയും എന്നോട് കൂടുതലായിട്ട് പറഞ്ഞത്. ആ സമയത്ത് ഞാൻ 4th ഇയർ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഉടമ്പടി എടുത്തില്ലെങ്കിലും 5:30 എഴുന്നേറ്റുള്ള പ്രാർത്ഥനയൊക്കെ ഞാൻ ചെല്ലുമായിരുന്നു. ഫ്രണ്ട്സിനോടൊക്കെ പറയുമായിരുന്നു ഉടമ്പടിയെ പറ്റിയൊക്കെ. ആ സമയത്ത് എനിക്ക് ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് എൻ്റെ അനീതി എനിക്ക് കാശ് രൂപം തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. എക്സാമിൻ്റെ സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എക്സാം. പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ്സോടെ മാതാവ് എന്നെ പാസ്സാക്കി. അതുപോലെ തന്നെ നേഴ്സിംഗ് കഴിഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിന് മുമ്പോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നിൽക്കുമ്പോൾ OET എഴുതണോ അതോ എക്സ്പീരിയൻസ് ജോലിക്ക് കയറണോ എന്നറിയത്തില്ല. എന്നാലും ഞാൻ OET എഴുതാം എന്ന് വിചാരിച്ച്, മാതാവ് ഉണ്ടല്ലോ കൂടെ എന്ന് വിചാരിച്ച് പോയി OET പഠിച്ചു. പ്രാർത്ഥനയൊക്കെ ചൊല്ലുമായിരുന്നു. എന്നാലും ഒരു ഉഴപ്പം മട്ടുണ്ടായിരുന്നു. എന്നാലും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എക്സാമിന് ഡേറ്റ് എടുത്തു. എക്സാമിന് ഡേറ്റ് പോയപ്പോഴൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. ഉടമ്പടി കാശ് രൂപം കയ്യിലുണ്ടായിരുന്നു, തൈലം പുരട്ടിയായിരുന്നു, ഉപ്പ് അതുപോലെ തന്നെ ആരും ചവിട്ടാത്തടുത്ത് വിതറുകയൊക്കെ ചെയ്തായിരുന്നു. മാതാവ് വിശ്വസിച്ചിരുന്നു. റിസൾട്ട് വന്നപ്പം എനിക്ക് OET എക്സാം കിട്ടിയില്ല. ഇനിയും മുമ്പോട്ട് OET എഴുതണോ അതോ എക്സ്പീരിയൻസിന് കയറണോ എന്നറിയത്തില്ല നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്കെന്നാൽ ജോലിക്ക് കയറിയേക്കാം, അത് കഴിഞ്ഞ് OET പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജോലിക്ക് കയറി. പക്ഷെ ജോലിക്ക് കയറിയപ്പോൾ OET പഠിത്തമൊന്നും നടന്നില്ല. ഭയങ്കര ജോലി തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഇനി മുമ്പോട്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയെങ്കിലും പുറത്ത് പോകണമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കെന്നാൽ സൗദി അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചപ്പം ഇൻ്റർവ്യൂസിനൊക്കെ 2 ഇയർ എക്സ്പീരിയൻസ് വേണം. അപ്പോഴാണ് ജൂലൈയിൽ ഒരു MOH 1 ഇയർ എക്സ്പീരിയൻസിന് വന്നത്. ആദ്യമായിട്ടാണ് 1 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. അങ്ങനെ അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് പോയി. അപ്പോഴും മാതാവിൻ്റെ ഉടമ്പടി തൈലവും കാശുരൂപവും ഉപ്പും ഒക്കെ വിതറിയിട്ടാണ് ഞാൻ പോയത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പാസ്സായി.
കുഴപ്പമില്ലാതെ ബാക്കി അതിൽ നിന്ന് കഴിഞ്ഞ് പ്രോസസ്സിങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. പ്രോസസ്സിങ് തുടങ്ങിയപ്പോൾ ഏജൻസി എന്ന് പറഞ്ഞു സർട്ടിഫിക്കറ്റ് വേണം, രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അവിടെ ഫ്രഷറായിട്ട് കയറിയെന്നുകൊണ്ട് ട്രെയിനി എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് തരത്തുള്ളായിരുന്നു. അപ്പം HR-ലൊക്കെ ചെന്ന് ചോദിച്ചു, പറ്റത്തില്ല, ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നത് നടക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നോട് ഫ്രണ്ട്സ് ആണെങ്കിലും പറഞ്ഞു നടക്കത്തില്ല, നീ വെറുതെ പോവണ്ട, ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മാതാവ് ഉണ്ട് കൂടെ, കാശ് രൂപയൊക്കെ വെച്ചുകൊണ്ടായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതുവരെ കൊടുക്കാത്ത രജിസ്റ്റേർഡ് നേഴ്സെന്ന്, ഫ്രഷേഴ്സിന് കൊടുക്കാത്ത 1 year എക്സ്പീരിയൻസിൻ്റെ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കിട്ടി. അത് വെച്ച് ബാക്കി പ്രോസസ്സിങ് നടന്നു. അത് കഴിഞ്ഞ് പ്രോസസ്സിങ് നല്ലതായിട്ട് സ്മൂത്തായിട്ട് നടന്നു. അത് കഴിഞ്ഞ് എക്സാമിന് ഡേറ്റ് എടുക്കണമായിരുന്നു. എക്സാം ഡേറ്റ് എടുത്തു. അതിലും ഞാൻ ക്രാഷ് കോഴ്സ് ഒരു 7-8 ദിവസമേ കൂടിയുള്ളൂ. മാതാവ് കൂടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ അപ്പോഴത്തേക്ക് ഞാൻ 1-2 ഉടമ്പടി പുതുക്കിയായിരുന്നു. എന്നാലും കറക്റ്റ് എനിക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും പ്രാർത്ഥിക്കുമായിരുന്നു. അതനുസരിച്ച് എന്നിട്ട് എക്സാം എഴുതാൻ പോയി. അപ്പോഴും മാതാവിൻ്റെ ഉടമ്പടി തൈലവും കാശ് രൂപവും ഉപ്പൊക്കെ കൊണ്ട് ആണ് പോയത്. എക്സാം കുഴപ്പമില്ലായിരുന്നു. എന്നാലും എനിക്ക് പേടിയായിരുന്നു എന്താവും എങ്ങനെയാവുന്ന. മാതാവിനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളായിരുന്നു, എനിക്ക് 500 മാർക്കാണ് പാസ് മാർക്ക്, 501 മാർക്ക് എന്ന് മാതാവ് അനുഗ്രഹിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 560 മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ മെട്രിക് എക്സാം പാസ്സായി. അത് കഴിഞ്ഞ് ടിക്കറ്റ് വരും, ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഏജൻസിയിൽ നിന്ന് ഇവിടുന്ന് റിസൈനിട്ട് ഇറങ്ങി. 1 മാസമായിട്ടും ടിക്കറ്റ് വന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ടിനാണെങ്കിൽ 26-ാം തീയതി വിസ തീരുമായിരുന്നു. 26-ാം തീയതി അവൾ കയറിപ്പോയി. എനിക്ക് ഫെബ്രുവരി 17 വിസ തീരുന്നത്. അപ്പോൾ എന്നിട്ടും എനിക്ക് അവരൊക്കെ കയറിപ്പോയപ്പോഴും പിന്നെ ജോലിയിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ ബുദ്ധിമുട്ടും പൈസയും കാര്യങ്ങളൊക്കെ ഓർത്ത് ഭയങ്കര വിഷമമായിപ്പോയി. എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് മാതാവ് എനിക്ക് ഉത്തരം തരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര വിഷമം. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഡേറ്റ് ഇട്ട് വീണ്ടും പ്രാർത്ഥിച്ചു, ഫെബ്രുവരി 2 മുമ്പ് എനിക്ക് ടിക്കറ്റ് തരണം, അന്ന് രാത്രി ടിക്കറ്റ് തരണം. അതുപോലെ തന്നെ ഭയങ്കര വിഷമത്തോടെ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ആഴ്ച ഗ്യാപ്പ് വേണം, എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള ഗ്യാപ്പും വേണമെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു. അന്ന് രാത്രി എന്നിട്ട് ഞാൻ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തരും സാക്ഷ്യം കേട്ടപ്പം അവരുടെയൊക്കെ സാക്ഷ്യം കേട്ടിട്ട് എനിക്കൊന്നും അത്രയും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് വിഷമം വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ ഉടമ്പടി പുതുക്കത്തില്ല. പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ 3ാമത് ഉടമ്പടി പുതുക്കിയായിരുന്നു. അപ്പം ഞാൻ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ ഉടമ്പടി പുതുക്കത്തില്ല, മാതാവ് എനിക്ക് ഇതൊന്നും തരാൻ എനിക്ക് തന്നെ തോന്നി, ഞാൻ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നില്ല എന്ന് തോന്നി. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി ഉടമ്പടി ഞാൻ പുതുക്കത്തില്ല, പ്രാർത്ഥിച്ചോളാം പക്ഷെ പുതുക്കത്തില്ല എന്ന് പറഞ്ഞു. അത് ജനുവരി 23 എനിക്ക് ടിക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ അന്ന് ദിവസം ജനുവരി 23. പിറ്റേ ദിവസം 10 എനിക്ക് ടിക്കറ്റ് വന്നു. അത് ഞാൻ ഇഷ്യൂ ഡേറ്റ് നോക്കിയപ്പോൾ 23, അതായത് ഞാൻ പ്രാർത്ഥിച്ച അന്ന് തന്നെ എനിക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം എനിക്ക് ടിക്കറ്റ് തന്നു, മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ അന്ന് രാവിലെ ടിക്കറ്റ് വന്ന് അന്ന് അച്ഛനെ ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടിരുന്നപ്പം അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എത്ര ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരുന്നില്ലെങ്കിൽ നിങ്ങളെ കൃപയിലോട്ട് ഉയർത്തുന്നതാ അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് എനിക്കൊരു സമാധാനമായി, ഇത്തിരിയുടെ വിശ്വാസമായി, ഇത്തിരി സന്തോഷമായി, മനസ്സിന് തന്നെ ഒരു സമാധാനം കിട്ടിയായിരുന്നു. അങ്ങനെ എനിക്ക് ടിക്കറ്റ് വന്നു. എനിക്ക് ഈ ഫെബ്രുവരി 3-ാം തീയതി എനിക്ക് സൗദിക്ക് പോകണം. അതുപോലെ തന്നെ വേറൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതലായിട്ട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ രാവിലെ പള്ളിയിൽ പോകാൻ എഴുന്നേൽക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഇത്തിരി ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട്, ഭയങ്കര ഭയം തോന്നുമായിരുന്നു. എങ്ങനെ വേറെ വേണ്ടാത്ത ചിന്തകളൊക്കെ തോന്നുമായിരുന്നു. അപ്പോൾ അന്ന് ഡെയിലി ബ്രെഡ് കൂടുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞൊരു ഭയമുള്ളവരെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല, എനിക്ക് കൂളായിട്ട് നടക്കാൻ പറ്റി. രാവിലെ ആണെങ്കിൽ പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പം അവിടെ ഞങ്ങളുടെ അടുത്തൊരു സെർണിറ്റി ഹോം ഉണ്ട്. അവിടെ അവരെ കാണാൻ പോവും, അവർക്ക് വേണ്ടി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. അതുപോലെ തന്നെ പത്രം ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ പള്ളിയുടെ പരിസരങ്ങളിലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എന്നെക്കൊണ്ടാവുന്ന വിധത്തിലുള്ള സഹായം ചെയ്യുമായിരുന്നു. മിക്കപ്പോഴും എന്തെങ്കിലും ചെയ്യുവാണെങ്കിലും കൊന്ത ചൊല്ലിക്കൊണ്ട് നടക്കുമായിരുന്നു. അതുപോലെ തന്നെ ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ അടുത്തിരിക്കുന്നവരുടെ കൃപാസനത്തെ പറ്റി പറയുവാനും എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റി പറയാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അമ്മ മാതാവും തിരുക്കുവാനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 119, 114. കർത്താവ് എൻ്റെ അഭയകേന്ദ്രവും പരിചയമാണ്, ഞാൻ അവിടുത്തെ വചനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ജെയ്മി മാർട്ടിൻ എന്ന ഈ മകൾ തൻ്റെ വിദേശത്തുള്ള ജോലിക്ക് വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിൻ്റെ നാളുകളിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയെടുത്ത് ജീവിക്കുകയും അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയിൽ സമയച്ചുരുക്കത്തിൽ വിദേശത്തേക്ക് പോകുവാനുള്ള എല്ലാ പ്രോസസ്സും വേഗത്തിലായി ലഭിച്ചതിൻ്റെ സന്തോഷം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. മകളുടെ സഹോദരിയാണ് ആദ്യകാലങ്ങളിൽ
മകളെ ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് നയിച്ചത്. ആ നഴ്സിംഗ് പഠിച്ചിരുന്ന നാളുകളിൽ ഉടമ്പടി കാശുരൂപം ഉപയോഗിച്ച് പരീക്ഷ എഴുതുവാനും ഉടമ്പടിയിലായിരിക്കുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടിയുടെ പ്രാർത്ഥനകളോട് ചേർന്ന് ജീവിക്കുവാനും മകൾക്ക് ലഭിച്ച അനുഭവത്തെയും സാഹചര്യത്തെയും മകൾ വിശദീകരിച്ചിരുന്നു. അതോടൊപ്പം വിദേശത്ത് പോകുവാൻ ആഗ്രഹിച്ച് OET എഴുതുവാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട കാര്യവും മകൾ സൂചിപ്പിച്ചു. MOH 1 വർഷത്തെ എക്സ്പീരിയൻസിൽ അത് ഇൻ്റർവ്യൂ നടക്കുമ്പോൾ അതിലേക്ക് ചെല്ലുമ്പോൾ മകളുടെ ആഗ്രഹവും 1 മാർക്കെങ്കിലും കൂടുതൽ കിട്ടി വിജയിക്കുവാൻ വേണ്ടിയുള്ള നിയോഗം അമ്മ മാതാവ് നല്ല വിജയം നൽകി മകളെ സഹായിച്ചതിനെ സാക്ഷ്യപ്പെടുത്തി. പിന്നീട് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുകയും ആ പരിശ്രമങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് മകൾ ഓർമ്മിപ്പിക്കുന്നത്. ഫെബ്രുവരി 2 വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് മകൾ മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ടിക്കറ്റ് വരുവാൻ അത് ഇത്തിരി വൈകുന്നത് മകളേറെ പ്രയാസപ്പെടുത്തിയിരുന്നു. അപ്പോഴും മകൾ അമ്മ മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് മകൾക്ക് വേണ്ടുന്ന സന്ദേശങ്ങൾ ഡെയിലി ബ്രെഡിലൂടെ കിട്ടിയിരുന്നു. അത് പള്ളിയിൽ പോകുവാൻ കുർബാനയ്ക്ക് പോകുവാനുള്ള ഭയം മാറുന്നതിനാണെങ്കിലും അതുപോലെ ഒരു കാര്യം താമസിക്കുന്നത് കൂടുതൽ കൃപയിലേക്ക് വളർത്തുന്നതിനുള്ള വഴികളാണെന്നും 2 സന്ദേശങ്ങൾ അച്ഛൻ്റെ ആ അന്നത്തെ ഡെയിലി ബ്രെഡിലൂടെ മകൾക്ക് ലഭിച്ചിരുന്നു. അതേ ദിവസം തന്നെ മകൾ എന്നാണോ ആഗ്രഹത്തോടെ മാതാവിനോട് ഒരല്പം കലഹിച്ച് എനിക്കിതനുസരിച്ച് ഉടമ്പടി പുതുക്കി ഈ പറയുന്ന സാക്ഷ്യങ്ങൾ പോലെയൊന്നും ജീവിക്കുവാനാവാത്തത് കൊണ്ട് ഞാനൊന്ന് പിന്നോട്ട് മാറുന്നു, പ്രാർത്ഥിച്ചോളാമെന്നൊക്കെ പറഞ്ഞ് മാതാവിനോട് ഒരു കമ്മ്യൂണിക്കേഷൻ, അത് ഇത്തിരി പിണക്കത്തിൻ്റെ കമ്മ്യൂണിക്കേഷനാണ്. അത് നടത്തിപ്പോലും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ ദിവസം തന്നെ അമ്മ മാതാവ് മകളുടെ ടിക്കറ്റ് അനുവദിച്ചു കൊടുക്കുകയും തൊട്ടടുത്ത ദിവസം മകളുടെ കരങ്ങളിൽ അത് ലഭിക്കുകയും ചെയ്യുന്നു. അന്ന് മകൾ പ്രാർത്ഥിക്കുന്നൊരു പ്രധാന കാര്യമായിരുന്നു, ടിക്കറ്റ് കിട്ടി ഒരാഴ്ച എനിക്കൊന്ന് സാക്ഷ്യം പറയുവാനുള്ള ഒരു സാവകാശം ലഭിക്കണമെന്നൊരു നിയോഗം കൂടി അതിനകത്ത് വെച്ചിരുന്നു. അതുപോലെ തന്നെ സാക്ഷ്യം പറയുവാനുള്ള അവസരം ഒരുക്കി കൊടുത്ത് അടുത്തയാഴ്ച വിദേശത്ത് പോകുവാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും മകൾക്ക് അമ്മ മാതാവ് ക്രമീകരിക്കുകയാണ്. എത്ര നിഷ്കളങ്കതയോടുകൂടി മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഇടപെടുകയും അതോടൊപ്പം ഉടമ്പടി ജീവിതം നയിക്കുകയും ചെയ്യുമ്പോൾ അമ്മ മാതാവ് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ഏറ്റവും സുഗമമായി, ഏറ്റവും സമാധാനപരമായി, ഏറ്റവും അനുയോജ്യമായി നമുക്കെല്ലാ കാര്യങ്ങളും അനുവദിച്ചു തരികയും ചെയ്യുന്നുവെന്ന് മകളുടെ വാക്കുകളിൽ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ നിയോഗങ്ങളെ, ജീവിതാവസ്ഥകളെ സമർപ്പിച്ച് അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ വലിയ ഇടപെടൽ ഈശോയിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ നിയോഗങ്ങൾ വേഗം ഫലമണിയുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തെ കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക്. എൻ്റെ പേര് അനിൽ. 6 വർഷം മുമ്പ് സ്റ്റോക്ക് വന്ന് തളർന്നു പോയ ആളാണ്. മലക്കടപ്പിൽ 2.5 വർഷം കിടന്നൊരു വ്യക്തിയാണ്. എനിക്ക് പണി പനച്ചത്തായിരുന്നു. അതെല്ലാം കഴിച്ച് എന്നെ ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ച് ഞാൻ മരിച്ചുപോയി, എന്നെ വീട്ടിൽ കൊണ്ടാകാമെന്ന് പറഞ്ഞ് രഥയിലിച്ച് നിന്നു. അവിടുന്ന് ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമോ, ഇവിടുന്ന് ഒരു പേപ്പർ എനിക്ക് ചേച്ചി കൊണ്ടുവന്ന ആ പേപ്പർ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് അമ്മേനെയും യേശുവിനെയും വിളിച്ച് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞാൻ ഇച്ചിരിച്ച് മെച്ചപ്പെട്ട് ഇന്ന് ഞാൻ ലോട്ടറി വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പം ഉടമ്പടിക്ക് ശേഷം ഞാൻ നല്ലോണം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ലോട്ടറി വിൽക്കാൻ പോകാൻ നല്ല ആരോഗ്യവാനായിട്ട് ഞാൻ പോകുന്നുണ്ട്. കാലിന് ബലം ഒട്ടുമില്ലാത്തടത്ത് ഞാനിപ്പം നല്ലോണം നടക്കുന്നുണ്ട്. എനിക്ക് നല്ല അനുഗ്രഹം കിട്ടി. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇനിയും മുന്നോട്ട് വരുമെന്ന് ഞാനും നല്ല രീതിയിൽ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് വരുമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, വരുമെന്ന് പ്രതീക്ഷയുണ്ട്. എനിക്ക് എൻ്റെ കെട്ടികളൊക്കെ എന്നെ മേടിച്ച് പോയായിരുന്നു. ആ ഒരു തിരിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 15 തിരിച്ച് വന്നു. ഇപ്പം എന്നെ അവർ നോക്കുന്നുണ്ട്. എൻ്റെ മക്കളെ എന്നെ ഉപേക്ഷിച്ചായിരുന്നു. ആ മക്കളും ഇപ്പം എന്നെ നോക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ കൂട്ടുകാരനാണ്. ആ കൂട്ടുകാരനാണ് ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ ആ കൂട്ടുകാരന് 2 തവണ ഇപ്പം എൻ്റെ കൂടെ വന്നു. അമ്മ എൻ്റെ അടുത്ത് വന്നായിരുന്നു. നല്ല രീതിയിൽ എനിക്ക് നല്ല പ്രതീക്ഷ തന്നായിരുന്നു. ഞാൻ ആ പ്രതീക്ഷ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു പ്രതീക്ഷ എനിക്കും ഉണ്ടായി. അമ്മ എന്നെ എല്ലാവരും ഉപേക്ഷിച്ചാലും അമ്മ എന്നെ ഉപേക്ഷിക്കലാന്ന് എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. ആ കയ്യെ പിടിച്ച് അമ്മ വലിച്ചുകൊണ്ട് പോയ പോലെ തോന്നി. പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് അവിടെ മുതലാണ് എനിക്ക് പ്രതീക്ഷ നൽകി ഞാൻ ഈ നിലയിലിട്ട് തിരിച്ചു വന്നത്. എനിക്ക് ഇനി എന്തൊക്കെ പറയണമെന്ന് അറിയത്തില്ല സഹോദരങ്ങളെ. എനിക്ക് അത്രമാത്രം അനുഗ്രഹം എനിക്ക് അമ്മ തന്നിട്ടുണ്ട്. ഇനി എനിക്ക് ആ അനുഗ്രഹം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
എൻ്റെ വലത്തെ കൈ കൊണ്ടുപോയി ചോറ് പോലും ഭാരത്തില്ലാത്ത കയ്യിൽ ഈ മൈക്ക് ഇപ്പം പിടിച്ചിരിക്കുന്നു. ഒരു പ്രതീക്ഷയിലായിരുന്നു ഈ മൈക്ക് ഇങ്ങനെ നിൽക്കുമെന്ന്. അത്ര അനുഗ്രഹം എനിക്ക് അമ്മ തരുന്നുണ്ട്. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ. യോഹന്നാൻ 1:16 വിശുദ്ധ ഗ്രന്ഥത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുമ്പോൾ ഇന്ന് അനിൽ എന്ന ഈ മകൻ തൻ്റെ ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്. താൻ ഒരു ചെത്ത് ആയിരുന്നു. അങ്ങനെ തനിക്ക് സ്ട്രോക്ക് വരാനിടയായതും തന്നെ എല്ലാവരും ഉപേക്ഷിച്ചു പോയി. ഭാര്യ, മക്കൾ, തനിക്ക് താൻ ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കൃപാസന പത്രം നാം കൊടുക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നിന്ന് ഈശോയുടെ ജീവിക്കുന്ന സാക്ഷ്യാനുഭവങ്ങളുമായിട്ടുള്ള പത്രമാണ് നാം കൊണ്ടുപോവുക. അത് അമ്മ തന്നെ നമുക്ക് നൽകി നമ്മെ വിടുകയാണ് ആ ക്ഷണക്കത്തുമായിട്ട്. അത് പലരെയും ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ. തൻ്റെ ജീവിതത്തിൽ എഴുതാനും വായിക്കാനും അറിയാവോ? എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. ഞാൻ അന്ന് മുതൽ അമ്മ യേശുവെന്ന് പറഞ്ഞു വന്ന പോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. അന്ന് മുതൽ ആ വിഷമം എനിക്ക് ഇനിയും മാറി വരുന്നതാണ്. എനിക്ക് ഇന്നും നടുവിന് നല്ല വേദനയുണ്ട്. അച്ഛൻ്റെ ധ്യാനം വായിക്കാറത്തിലാണ്, മൊബൈലിലാണ് ഞാൻ കേൾക്കുന്നത്. ആ ധ്യാനം എന്നും രാവിലെയും വൈകിട്ടും ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഇവിടെ തനിക്ക് എഴുത്തും വായനയും അറിയില്ല. എന്നാൽ മാതാവേ ഈശോയെ, ഈ 2 നാമങ്ങൾ ഈ മകൻ വിളിച്ചു പ്രാർത്ഥിച്ചു. പിന്നീട് ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ഉടമ്പടി സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ആരാധനകളുമൊക്കെ മൊബൈൽ വഴി കൂടുവാൻ തുടങ്ങി. അതിനുശേഷമാണ് തനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നത്. തന്നെ ആ കട്ടിലിൽ നിന്ന്, ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് മാതാവ് വന്ന് കൈക്ക് പിടിച്ച് തന്നെ വലിച്ചുകൊണ്ട് പോയി എന്നാണ് ഈ മകൻ പറഞ്ഞത്. അതോടുകൂടിയാണ് താൻ നടക്കാൻ തുടങ്ങിയത്. പിന്നീട് വന്ന് ഉടമ്പടി എടുത്ത് പിന്നീട് ഇന്ന് താൻ ഒരു ലോട്ടറി വിൽപ്പനക്കാരനായിട്ട് തൻ്റെ ഉപജീവന മാർഗത്തിനുള്ള വക തനിക്കിന്ന് സമ്പാദിക്കാനായിട്ട് അതിനും അമ്മ തന്നെ ശക്തിപ്പെടുത്തി. അങ്ങനെ എല്ലാറ്റിലും ദൈവം, അതായത് ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആരെയും ക്രിസ്തു ഉപേക്ഷിക്കില്ല. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ. രക്ഷയുടെ നാമമാണ്. ആ നാമം വിളിച്ചപേക്ഷിച്ചാൽ സ്വർഗവും ഭൂമിയും ഒരുപോലെ നമ്മെ അനുഗ്രഹിക്കുന്ന, അതായത് സ്വർഗം ഒരിക്കലും കൈവിടാത്ത ഒരു നാമം. ആ നാമത്തിലാണ് നാം ആശ്രയിക്കുക. അങ്ങനെ ഇന്ന് അനിൽ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തനിക്ക് തൻ്റെ നഷ്ടപ്പെട്ട ഭാര്യ തിരിച്ചു വന്നു. ഉടമ്പടിയെടുത്ത് 15 ദിവസത്തിനകം. അതുപോലെ മക്കൾ തിരിച്ചു വന്നു. ഇന്ന് എല്ലാവരും ഒരുമിച്ച് അവർ കഴിയുന്നു. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളായിട്ടാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ സങ്കീർത്തകൻ പറയുന്നത് പോലെ നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അവിടുത്തെ പരിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടല്ലോ. സങ്കീർത്തനം 56:8 തിരുവചനങ്ങൾ അരുളി ചെയ്യുമ്പോൾ നാം വിളിച്ചപേക്ഷിക്കുന്ന ജീവിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ നമുക്ക് കിട്ടുന്ന ദൈവാനുഭവങ്ങൾ അവ കൃപയായി നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും പകരപ്പെടുകയാണ്. അനേകർക്ക് കൃപയായി പ്രചോദനമായി പകരപ്പെടുകയാണ്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ പുണ്യാൾത്താരയിൽ എന്നെ നിർത്തിയതിനെ ഓർത്ത് ഞാൻ 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. എൻ്റെ പേര് ബിന്ധ്യ സിജു. ഞാൻ എറണാകുളം മുനമ്പത്തുനിന്ന് വരുന്നു. മുനമ്പം ഹോളി ഫാമിലി ഇടവകാംഗമാണ്. എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 13/3/2022 അതിനു മുൻപ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് 14/3/2021 ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വരികയുണ്ടായി. വരാനുള്ള സാഹചര്യം എന്ന് വെച്ചാൽ
എനിക്ക് തീരെ ഡിസ്കിൻ്റെ പ്രോബ്ലം കാരണം നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ വെറുതെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോൾ ഒരു ലിങ്ക് കണ്ട്. അതിൽ ആ ലിങ്കിൽ ആരാധന തുടങ്ങുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ നിയോഗങ്ങൾ അടിച്ചു കൊടുക്കാം. അപ്പം എൻ്റെ നിയോഗം ഞാനിങ്ങനെ അടിച്ചു കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ആ ആരാധനയിൽ അച്ഛൻ എൻ്റെ ആ നിയോഗം പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് എൻ്റെ ഇത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസം വന്നു. അങ്ങനെ ഞാൻ അന്ന് തൊട്ട് കൃപാസനത്തിൻ്റെ എല്ലാ ഇതും കൂടാൻ തുടങ്ങി. അങ്ങനെ അത് കൊറോണ ഓൺലൈനിലായ സമയത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കുട്ടി, നടക്കാത്തൊരു കുട്ടി ഇവിടെ കൃപാസനത്തിൽ കാല് കുത്തിയപ്പോൾ നടന്നെന്നുള്ളൊരു സാക്ഷ്യം ഞാൻ കണ്ടു. അപ്പം ഞാനും വിചാരിച്ച് എനിക്കും ഇവിടെ കാല് കുത്തിയാലും നടക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഞാൻ ജനുവരി 7-ാം തീയതി 2021 എനിക്ക് ഈ കുഞ്ഞ് മാതാവിനെയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊണ്ടുവന്ന് തന്നു. അപ്പം ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മേശമേലാണ് ഇരിക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി പെട്ടെന്ന് ആരോ എടുത്തു വെച്ച പോലെ എൻ്റെ അടുത്ത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വന്ന് കിടക്കുകയും പിന്നെ ഞാൻ സ്വപ്നം കാണുകയാണ്. 2 പ്രാവശ്യം അച്ഛനും പ്രാർത്ഥിച്ച് ഞാൻ നടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. പിന്നെ സ്വപ്നത്തിൽ തന്നെ പച്ചത്തിരി കത്തിക്കാനായിട്ട് പറയുന്നു. പിന്നെ സങ്കീർത്തനം 28-30 എനിക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ പിന്നെ എനിക്ക് ഇവിടെ വരണം എന്നുള്ളൊരു ഇതാണ്. എനിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കും ഇത് നടക്കാനൊക്കെ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ പിന്നത്തെ ഞായറാഴ്ച 14-ാം തീയതി ആയപ്പോൾ അത്രയും നാളെനിക്ക് നടക്കാനൊന്നും പറ്റാത്ത കണ്ടീഷനായ കാരണം ഇങ്ങോട്ട് വരാനായിട്ടൊന്നും പറ്റൂലായിരുന്നു. അത്രയും ദൂരമൊക്കെ വരാനായിട്ട് കൊണ്ടുവരാനായിട്ടൊന്നും പറ്റൂല, കാരണം ഇരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ പെട്ടെന്ന് എന്തോ സമ്മതിച്ചു അങ്ങനെ പോരാൻ തോന്നി. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് അന്ന് ഒരു കുഴപ്പമോ ഇവിടെ വന്നു കഴിഞ്ഞ് പോയിട്ടൊരു കുഴപ്പമുണ്ടായില്ല. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ആ സൈഡിൽ ഇങ്ങനെ തലയ്ക്ക് തൊട്ട് പ്രാർത്ഥിച്ചിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അങ്ങനെ ചെന്ന് അങ്ങനെ അച്ഛൻ അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഉടമ്പടി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തിട്ടില്ല. ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം വേദനയുള്ള ഭാഗത്ത് തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ പോന്നു. പക്ഷേ എനിക്കിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ടുള്ള മനസ്സ് തോന്നിച്ചില്ല. കാരണം എനിക്ക് ഉടമ്പടി കൊണ്ടുപോകാനായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് മാതാവിനോട് പറഞ്ഞ് എനിക്ക് എൻ്റെ ആരോഗ്യം എനിക്ക് തിരിച്ചു തരണം, മാതാവിന് എപ്പോൾ മനസ്സ് തോന്നിക്കുന്നു അപ്പം എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് പുറത്തേക്ക് പോയപ്പോഴേക്കും ഞങ്ങളുടെ കാറ് ലോക്കായിപ്പോയി. എന്നിട്ട് എത്ര ശ്രമിച്ചിട്ടും അത് തുറന്നില്ല. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി തൈലവും പ്രാർത്ഥനയും ചൊല്ലി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തുറന്നു വന്നു. എന്നിട്ടും എനിക്ക് മനസ്സ് തോന്നാണ്ട് ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം പകുതി ആയപ്പോൾ തുടങ്ങി എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര ഇതാണ്, ഉടമ്പടി എടുത്താൽ മതിയായിരുന്നു എന്നും പറഞ്ഞ്. പിന്നെ ഞാനിവിടെ വരാനായിട്ട് എത്ര ശ്രമിച്ചിട്ടാണെങ്കിലും അത് നടക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പക്ഷേ വന്നു പോയതിന് ശേഷം എനിക്ക് പിന്നെ ഒരു മാറ്റം നടക്കാനൊക്കെ തുടങ്ങി. എല്ലാ കാര്യങ്ങളും അല്ലെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് നിന്ന് ചെയ്യാനായിട്ടുള്ളൊരിത് വന്ന്. പിന്നെ മരുന്നാണെങ്കിലും മരുന്ന് കഴിക്കും അലർജി പോലെ വന്നു. അപ്പം ഞാൻ വിചാരിച്ച് മാതാവ് എൻ്റെ രോഗം എടുത്ത് മാറ്റണയാണ്, മരുന്ന് എടുത്ത് മാറ്റിയതായിരിക്കും എന്ന് വിചാരിച്ച്. അങ്ങനെ ജൂൺ ആയപ്പോഴേക്കും എത്ര ശ്രമിച്ചിട്ടും ഉടമ്പടി എടുക്കാൻ വരാൻ പറ്റാഞ്ഞിട്ട് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി ചെയ്തു. ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ജൂണിൽ എടുത്തതിന് ശേഷം ജൂലൈ ആയപ്പോഴേക്കും പെട്ടെന്ന് എനിക്ക് പഴയ ഒരു കണ്ടീഷൻ തന്നെ, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. അപ്പോൾ അങ്ങനെ കാണിച്ചത് അതും മാതാവിൻ്റെ ഞാനിവിടെ വന്ന് 7ാമത്തെ ഓരോ സ്ഥലങ്ങളിങ്ങനെ മരുന്ന് മാറിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു. അത് ആദ്യം 7ാമത്തെ സ്ഥലമായപ്പോഴാണ് എനിക്കിത് മാറ്റം വന്നത്. അതും സമയം 2:30 മണി. അപ്പം ഞാൻ പറഞ്ഞത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയമാണ്. അതിന് ശേഷം ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ 7ാമത്തെ മാസമായപ്പോഴേക്കും എനിക്ക് ഒഴിച്ചിൽ നടന്നു. ഒഴിച്ചിൽ നടന്നു കഴിഞ്ഞിട്ടും വീണ്ടും പൂർണ്ണമായില്ല എങ്കിലും
അങ്ങനെ ഇതായിട്ട് നടന്നിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉഴിച്ചിലിന് ശേഷം വീണ്ടും 7ാമത്തെ മാസം മാർച്ചിൽ ഞാൻ ഇവിടെ വന്ന് 2023 അത് ഞാൻ ആദ്യം മാർച്ച് മാസത്തിൽ 14/3/2021 ഞാനിവിടെ വന്നത്. എങ്കിൽ പിന്നത്തെ അതേ കൊല്ലം അതേ ദിവസം തന്നെ ഞങ്ങൾ ഞായറാഴ്ചയാണ് ഇവിടെ വരാറ്. അപ്പോൾ ആ ദിവസം എന്നെ മാതാവ് ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ഉടമ്പടി എടുപ്പിച്ചു. ആ ഉടമ്പടി എടുക്കണതിന് തലേ ദിവസം തുടങ്ങി എനിക്ക് ഒരു കുഴപ്പമെന്ന് പറഞ്ഞില്ല. പഴയ പോലെ ഞാൻ ആദ്യമായിട്ട് 2 വർഷത്തിന് ശേഷം 4 വർഷമായി തുടങ്ങിയ ഇതാണ്. അത് 2 വർഷമാണ് ഇങ്ങനെയെങ്കിലൊക്കെ ഇതായി. 2 വർഷം വളരെ ബുദ്ധിമുട്ടായിരുന്നു. 2 വർഷത്തിന് ശേഷം ആദ്യമായി ഞാൻ വണ്ടിയിൽ കയറുന്നതും പിന്നെ ഇവിടെ വന്ന് ഞാൻ കാലത്ത് എനിക്കൊരു ഇത്തിരി നേരം നിൽക്കാൻ പറ്റില്ല, സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഞാനിവിടെ വന്ന് കാലത്ത് നിന്ന് വൈകിട്ട് വരെ 3 നില വരെ കയറിയെങ്കിൽ എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. പിന്നീട് മാതാവ് അതെനിക്ക് പൂർണ്ണമായിട്ടും ഇപ്പം മരുന്നുമില്ല, ഒന്നുമില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ നേർച്ച വസ്തുക്കളാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്, ഉപ്പും തൈലവും. അതുകൊണ്ട് എനിക്കിപ്പോൾ പഴയ അവസ്ഥയിൽ പഴയതിൽ ഞാൻ എങ്ങനെ ചെയ്തിരുന്നു എല്ലാ കാര്യങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും ഇന്നിപ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട് എനിക്ക് ഇതുപോലെ തന്നെ 4 വർഷമായിട്ട് PCODയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ പീരീഡ്സ് ആകാൻ മരുന്ന് കഴിച്ചാണായിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പിന്നത്തെ മാസം തുടങ്ങി മരുന്ന് പൂർണ്ണമായിട്ടും മാതാവ് മാറ്റിത്തന്നു. പിന്നെ 3ാമത്തേതായിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ഞാൻ 2ാമത് മാർച്ച് 2023 വീണ്ടും ഒരു വീഴ്ച വീണു. അതിലെൻ്റെ കൈ പെട്ടെന്ന് ബലം കുറഞ്ഞു. കൈ എനിക്ക് ഒന്ന് തുണി പിഴിയാനോ അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് ഡ്രസ്സ് ഇടാനായിട്ട് ബുദ്ധിമുട്ട്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞിരുന്നു. മാതാവ് അതിന് ഇവിടെ ഞാൻ 3ാമത്തെ പുതുക്കലിന് വന്നപ്പോൾ അച്ഛൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഷോൾഡറിൻ്റെ അവിടെ എന്തോ ഒരു വേദന പോലെ 2 പ്രാവശ്യം. പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി പുതുക്കിക്കൊണ്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ എനിക്ക് ആ ഒരു ഇത് പൂർണ്ണമായി മാതാവ് മാറ്റിത്തന്നു. പിന്നെ പതുക്കെ എല്ലാം പഴയ അവസ്ഥയിലായിട്ടായി. അതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. പിന്നെ ആത്മീയമായിട്ടാണെങ്കിലും എനിക്ക് വളരെയധികം മാറ്റങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഈ സഹനം തന്നത് മാതാവിനോട് കൂടുതൽ ഈശോയോട് മടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇത്രയും പ്രാർത്ഥിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ എന്നാലും നമ്മൾ ഇത്രയും ഈശോയോട് അടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഒരു ദിവസം പോലും കുർബാന മുടക്കാനോ എനിക്ക് പറ്റില്ല. എല്ലാ ദിവസവും ഉടമ്പടി എടുത്ത് അന്ന് തുടങ്ങി ഇന്ന് വരെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും വചനം വായനയാണെങ്കിലും വായിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ ദൈവത്തോട് കൂടുതൽ ഒരു ആത്മീയമായിട്ട് അടുക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിലാണെങ്കിൽ നമുക്ക് എല്ലാവരോടും വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ല. എല്ലാവരോടും ക്ഷമിക്കാനുള്ളൊരു ഇത്, പിന്നെ മറ്റുള്ളവരോട് നമുക്ക് നല്ല കാരുണ്യം തോന്നുന്നു. എല്ലാം നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഈശോയെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ നമ്മൾ മനസ്സനുവദിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ഇതിലോട്ടായി ഞാനിപ്പോൾ മാറി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിൽ ഞാൻ പത്രങ്ങളെല്ലാം മാസം വാങ്ങിച്ച് എല്ലാ വീടുകളും തോറും നടന്നു കൊടുക്കുന്നു. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു. പിന്നെ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാ സഹായങ്ങളും ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ഞാൻ ചെയ്യുന്നു. ഇനിയിപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജീവിതാവസാനം വരെ മാതാവിൻ്റെ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. പകൽ സൂര്യനായിരിക്കുകയില്ല, ഇനി നിനക്ക് പ്രകാശം തരിക. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്. കർത്താവായിരിക്കും നിൻ്റെ നിത്യമായ പ്രകാശം. നിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ മഹത്വം. നിൻ്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിൻ്റെ ചന്ദ്രൻ മറയുകയുമില്ല. നിൻ്റെ വിലാപദിനങ്ങൾ അവസാനിക്കും. ബിന്ധ്യ എന്ന ഈ മകള് തനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന തൻ്റെ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ്, അതുമൂലം നട്ടലിനും കഴുത്തിനും ഒക്കെ അകൽച്ച വന്ന് തനിക്ക് നടക്കാനോ ശരിക്കും നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്ത തൻ്റെ അവസ്ഥകൾ, അതോടൊപ്പം തന്നെ PCODയുടെ പ്രോബ്ലം 4 വർഷമായിട്ടുണ്ട്. അതിന് മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ മാത്രം പീരീഡ് ആകുന്ന അവസ്ഥ. തൻ്റെ കൈയുടെ കാര്യം, ഒരു വീഴ്ചയിൽ കൈക്ക് പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകൾ,
ബലമൊന്നുമില്ലാതെ അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ആണ് ഈ മകൾക്ക് സൗഖ്യ അനുഭവങ്ങളായി ലഭിക്കുന്നത്. താൻ ഇവിടെ വരുന്നത് 2021 എന്നാൽ ഇവിടെ വരാനായിട്ട് തനിക്ക് യൂട്യൂബിലൂടെ തനിക്കൊരു ലിങ്ക് കിട്ടുകയും അങ്ങനെ താൻ അന്ന് തൻ്റെ നിയോഗം ഇവിടെ നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ പേര് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇവിടെ വിളിച്ചു പറയുന്നു, തൻ്റെ നിയോഗം പറയുന്നു. അത് തനിക്ക് കൂടുതൽ വിശ്വാസം നൽകി. പിന്നീട് പരിശുദ്ധ അമ്മ ഈ മകളുടെ ജീവിതത്തിൽ സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും സ്വരമായിട്ടും ഒക്കെ ഈ മകൾക്ക് സാന്നിധ്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ പിതാവിനാൽ ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല, ഈശോ പറയുന്നുണ്ട്. താൻ ഇങ്ങോട്ട് വരുന്ന കാര്യം, അതായത് ഉടമ്പടി എടുക്കുന്ന കാര്യം, അതിന് ഈ മകൾ വീണ്ടും വീണ്ടും ദിവസങ്ങൾ മുൻപോട്ട് നീക്കുകയാണ്. പിന്നീടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടിയിലൂടെ പിന്നീട് തനിക്ക് പരിപൂർണമായിട്ടുള്ള, അതായത് ഒരു പ്രോപ്പറായിട്ടുള്ള രോഗനിർണയവും അതുപോലെ തന്നെ ചികിത്സയും അതാണ് തനിക്ക് ലഭിക്കുന്നത്. ആ ചികിത്സയിലൂടെ പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ ഈ മകള് മാതാവിനോട് അപേക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ വരികയും ഇവിടെ വന്ന് പിന്നീട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനിടയാകുന്നു. അതെല്ലാം 7 എന്നുള്ള തനിക്ക് ആ ഒരു തീയതിയിലൊക്കെ തനിക്ക് പ്രത്യേകമായിട്ട് ഈശോ ഇടപെടുന്നത്. പരിശുദ്ധ അമ്മ എന്തുകൊണ്ടാണ് ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന ഈ മണ്ണിൽ നാം ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രയേറെ അനുഭവങ്ങൾ പലർക്കും അവരുടെ ജീവിതത്തിൽ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ അവരിവിടെ ഒന്ന് വന്നു എന്നുള്ള കാരണത്താൽ തന്നെ അവർക്ക് ഒത്തിരിയേറെ കൃപകൾ ലഭിക്കുന്നുണ്ട്. അതായത് ഇവിടെ കൃപാസനത്തിൻ്റെ ഒരു ആസ്തിയുണ്ട്. അത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ജീവിത യാത്രയാണ്. അച്ഛൻ്റെ ജീവചരിത്ര കുറിപ്പിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. അച്ഛൻ 4 വയസ്സിൽ ദൈവത്തെ അറിഞ്ഞ ആ ഒരു സമയം മുതൽ പിന്നീട് അച്ഛൻ്റെ കടലോര യജ്ഞം, അതായത് കടലിലൂടെ വള്ളത്തിൽ നടന്ന് ജനങ്ങളെ പ്രബോധിപ്പിക്കുക, കുമ്പസാരിപ്പിക്കുക, അപ്പോഴിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ അച്ഛൻ എടുത്ത ഒരു എഫേർട്ടുണ്ട്. ദൈവം മാത്രം തനിക്ക് കൂട്ടായി നിന്ന അവസരത്തിൽ അച്ഛനെടുത്ത ഒരു റിസ്ക്, അത് ആ വിലയായിട്ട് അച്ഛൻ നൽകിയ ആ ഓരോന്നും അതൊക്കെ കൃപാസനത്തിൻ്റെ ആസ്തിയാണ്. അതോടൊപ്പം തന്നെ ജപമാല, അണമുറിയാത്ത ജപമാലകൾ ഇടതടവില്ലാതെ 1 വർഷത്തോളം ഇവിടെ നടന്നത്. ഇങ്ങനെ കൃപാസനത്തിൻ്റെ ഈ ആസ്തിയിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വരുമ്പോൾ നാം അതിനോട് കൂട്ടിച്ചേർത്താണ് നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് നമുക്ക് ഓരോന്നും ലഭിക്കുക. അങ്ങനെ ജപമാലകളാൽ കുതിർന്ന ഈ മണ്ണ്, കണ്ണീരിനാൽ കുതിർന്ന മണ്ണ്, നാം ഓരോരുത്തരും ഇവിടെ നിന്ന് കരഞ്ഞ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരാകരുത്, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. നമുക്ക് പരിചയമുള്ളവരോ പരിചയമില്ലാത്തവരോ ആരുമാകട്ടെ, ആ ഒരു പ്രാർത്ഥനയുടെയൊക്കെ ഫലം അതെല്ലാം ഇവിടെയുണ്ട്. ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് വേണ്ട സൗഖ്യാനുഭവം ലഭിക്കുന്നത്. ഈ അക്കൗണ്ടിലേക്കാണ് നാം നമ്മുടെ നിയോഗങ്ങളും സമർപ്പിക്കുന്നത്. അങ്ങനെ ഇന്ന് ഈ മകൾ ഇവിടെ നിൽക്കുമ്പോൾ തനിക്ക് കിട്ടിയതൊക്കെ കൃപയായിട്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപയാണ് നമുക്കെല്ലാം നൽകുന്നത് എന്നുള്ള ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ആ കണ്ടൻറ്റ് തന്നെ അതാണ്. അങ്ങനെ തൻ്റെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെട്ടു. തനിക്കിന്ന് ആരോടും ദേഷ്യമില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമത്തിൽ എല്ലാവരോടും ക്ഷമിക്കുവാനും എല്ലാവരെയും തൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാനുമൊക്കെ തനിക്ക് കഴിയുന്നു. ഇങ്ങനെ ആത്മീയ ജീവിതത്തിൻ്റെ ബലമാണ് നമുക്ക് പിന്നീട് കൃപയായിട്ട് സൗഖ്യാനുഭവമായിട്ട് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്താം.
നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമായില്ല, ഉടമ്പടി ജീവിക്കണം. അത് വിശ്വസ്തവും സത്യസന്ധവുമായിട്ട് ജീവിച്ച് കർത്താവിൻ്റെ സാക്ഷികളാകാൻ നമുക്കും ഇടവരട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ